പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം: യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ട് വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ട് വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിക്കുവിൻ. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. മതി. ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഉപവാസത്തിന്റെ 32-ാമത്തെ പകൽ നിന്റെ മക്കളുടെ കൂടെ ആയിരിക്കാൻ കൃപ തന്നു. ഈ 32-ാമത്തെ രാത്രിയിലും ദൈവത്തിന്റെ വചനവുമായി ജനത്തിന്റെ മുമ്പിലായിരിക്കുന്നു. അവിടുന്ന് ദൈവവചനത്തെ വിഭജിക്കണം. ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ ജനത്തിന് വിഭജിച്ചു കൊടുക്കാൻ കൃപ ചെയ്യണം. മഹത്വം ഈ രാത്രി അങ്ങെടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ രാവിലെ പറഞ്ഞ സ്തോത്രം പറയുവാണ്. നമ്മുടെ കർത്താവിനെ കളിയാക്കാതെ ഹല്ലേലൂയ പറയണം. നമ്മുടെ കർത്താവ് വലിയ ദൈവമാണ്. അവന്റെ നാമത്തിന് തക്ക ബാക്കി പറ മഹത്വം കൊടുക്കണം. ഇപ്പൊ പറഞ്ഞ ഹല്ലേലൂയ നാമത്തിന് തക്ക മഹത്വമായിരുന്നോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അയ്യം വിളിച്ച് കരയുന്ന ഒരു പ്രവാചകനാണ് 1-ാം അധ്യായത്തിലെ ഹബക്കൂക്ക്. 2-ാം അധ്യായത്തിലെ ഹബക്കൂക്ക് കാത്തിരിക്കുന്ന ഒരു പ്രവാചകൻ. 3-ാം അധ്യായത്തിലെ ഹബക്കൂക്ക് ആനന്ദിക്കുന്ന ഒരു പ്രവാചകനാണ്. അയ്യം വിളിച്ച് കരഞ്ഞുകൊണ്ട് തുടങ്ങി, ആനന്ദിച്ചുകൊണ്ട് അവസാനിച്ചു. ഇന്ന് രാത്രി അങ്ങനെ എനിക്കും ഒരു അനുഭവം ഉണ്ടാകുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വെറും 56 വാക്യങ്ങൾ മാത്രമുള്ള ഒരു കൊച്ചു പ്രവചന പുസ്തകം, ഒരു ഭക്തന്റെ ഒരു പ്രഭാത പ്രാർത്ഥന ഒരു പ്രവചന പുസ്തകമായിട്ട് മാറിയതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ 32 ദിവസമായിട്ട് ഏതെങ്കിലും പുസ്തകം രൂപപ്പെട്ടിട്ടുണ്ടോ? ഹലോ. രാവിലത്തെ ഒരു കൊച്ചു പ്രാർത്ഥന ഒരു പ്രവചന പുസ്തകമായി മാറി. അതാ ഹബക്കൂക്ക് പ്രവചനം. പ്രൈസ് ദി ലോർഡ്. ചുറ്റുപാടുകളിൽ നടക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അയ്യം വിളിച്ച് കരയുകയാണ്. ചുറ്റുപാടിൽ എന്ത് നടക്കുന്ന തൊട്ട് താഴെ നമ്മൾ വായിച്ചു. ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ആലിംഗനമെന്ന്. അതൊന്നും വിവരിക്കാൻ ഞാൻ ഇന്ന് രാത്രി സമയമെടുക്കുന്നില്ല. ദൈവത്തോട് പരാതി പറയുന്ന ഒരു പ്രവാചകനും പരാതിക്കാരനോട് മറുപടി പറയുന്ന ഒരു ദൈവത്തെയാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. നമ്മുടെ വേദപുസ്തകത്തില് വലിയ പ്രവാചകന്മാരുമുണ്ട്, ചെറിയ പ്രവാചകന്മാർ. വലിയ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ എന്നെ പോലെ വണ്ണമുള്ളത് കൊണ്ടൊന്നും എഴുതിയേക്കുന്നതല്ല. അവരെഴുതിയപ്പോൾ 66 അധ്യായമൊക്കെ അങ്ങ് എഴുതി, പ്രവചിച്ച്. അതുകൊണ്ട് അവർ വലിയ പ്രവാചകന്മാരായത്. ഹബക്കൂക്ക് എഴുതിയപ്പോൾ 2-3 അധ്യായം എഴുതിയുള്ളൂ. അതുകൊണ്ട് അവര് ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിലായതാണ്. അങ്ങനെ യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേല്, ദാനിയേല് തുടങ്ങി വലിയ പ്രവാചകന്മാരുടെ ഗണത്തിൽ കുറച്ചുപേര് നിൽക്കുമ്പോൾ, ചെറിയ പ്രവാചകന്മാരുടെ ഗണത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു മനുഷ്യനാണ് ഹബക്കൂക്ക്. 8-ാമത്തെ വയസ്സിൽ യഹൂദയുടെ രാജാവായ യോശിയാവ് എന്ന് പറയുന്ന ഒരാളുണ്ട്. വളരെ കുറച്ച് വർഷമേ അദ്ദേഹം ശുശ്രൂഷിച്ചുള്ളൂ. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ദൈവവചനത്തിൽ കൃത്യമായി ജീവിച്ച ഒരു ഭക്തനായ ചെറുപ്പക്കാരനായിരുന്നു 8-ാം വയസ്സിൽ രാജാവായ യോശിയാവ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 22-ാം അധ്യായം വായിക്കേണ്ട. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം ഒക്കെ വായിക്കും. 2 ദിനവൃത്താന്തം. ഈ രാജാവിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ രാജാവിന്റെ മരണശേഷം ജനം പിന്നെയും പഴയപടിയായി. ആ സമയത്ത് സമൂഹത്തിലുണ്ടായ
ആത്മീയമായ അധപ്പതനവും ജാതീയമായ വെല്ലുവിളികളും കണ്ടിട്ട് മനസ്സ് നൊന്ത് അയ്യം വിളിച്ച് കരഞ്ഞ ഒരു പ്രവാചകനാണ് ഹബക്കൂക്ക്. നമ്മുടെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് 32 ദിവസമായിട്ട് ഉപവസിക്കുന്നത്. എന്നാൽ ഈ ഹബക്കൂക്ക് ദേശത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഒന്ന് വായിച്ച് എന്തൊക്കെയാന്ന് ഒന്നുകൂടെ. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം: യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കും. ദേശത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്? സാഹസമാണ്. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും. ഞാൻ കരയുന്നു, നീ രക്ഷിക്കുന്നില്ല. ഞാൻ എത്രത്തോളം നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അടുത്ത വാക്യം: നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും. ഇപ്പൊ കണ്ണു തുറന്നു നോക്കിയാൽ ചുറ്റും കാണുന്ന എന്താണ്? നീതികേട്. നീ നീതികേട് എന്നെ കാണുമാറാക്കി. പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? പീഡനം നടക്കുന്നു, അത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത വാക്യം: കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരുന്നു. അതുകൊണ്ട് ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. ആരെ വളഞ്ഞിരിക്കുന്നു? ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. നീതിമാനെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ. ശ്രദ്ധിച്ച്, ഈ ഭക്തന്റെ പ്രശ്നം മുഴുവൻ ചുറ്റുപാടുകളെ നോക്കുകയാണ്. ഒരു ഹോട്ടലിലോട്ട് ഇന്ന് വൈകിട്ട് ഒരുത്തൻ വരുന്നു. ബൈക്ക് ഓടിച്ചോണ്ട് തന്നെ അവിടെ വാതൊക്കെ നിൽക്കുന്നു. ഷാട്ടാക്കി മറ്റു ചാടി ഹോട്ടലിലോട്ട് കയറുന്നു. ഹോട്ടലിൽ നിൽക്കുന്നൊരുത്തനെ ഈ ഈസ്റ്ററിന് മാടിനെ വെട്ടുന്ന പോലെ അവൻ വെട്ടുന്നു. അവൻ അങ്ങോട്ട് ചത്തു വീഴുന്നു. ഇവ സ്കൂട്ടറിൽ കയറിപ്പോന്നു. നിങ്ങൾ ഇന്നത്തെ കണ്ടില്ലേ? ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ സംഭവം തിരുവനന്തപുരത്തെയാണ്. റാന്നിലെ ഞാൻ പിന്നെ പറയാം. ഒരു മാസം മുമ്പ് ഇതേപോലെ തന്നെ ഒരു ഹോട്ടലിൽ ഒരുത്തൻ കയറി ഒരു തമിഴ്നാട്ടുകാരനെ വെട്ടിക്കൊന്നു. നിങ്ങൾ കണ്ടില്ലേ? ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ സാധാരണ നടക്കുന്ന ഒരു സംഭവമായി കാണുന്നത് പോലെ അല്ല. ഹബക്കൂക്കിന് വലിയ പ്രയാസമായി. ചുറ്റുപാടുകൾ നടക്കുന്ന ഈ അനീതിപരമായ ശണ്ടയും കലകവും കൊലപാതകവും എല്ലാം കണ്ടിട്ട് ആ മനുഷ്യൻ ഒറ്റ കരച്ചിൽ അയ്യം വിളിച്ച് കരഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എങ്ങനെ കരഞ്ഞു? ഈ 32 ദിവസമായിട്ട് ഒരു ഒറ്റ ദിവസമെങ്കിലും നന്നായിട്ടൊന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചൊരു കയ്യൊന്ന് പൊക്കി. കുറച്ചു പേരുണ്ടല്ലോ. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഇപ്പൊ എന്തില്ല? കരച്ചിലൊന്നും ഇല്ല. എന്റെ കൂടെ നിങ്ങൾ വരണേ. ഹബക്കൂക്ക് എങ്ങനെ കരഞ്ഞു? ഈ സഭ പിറന്നു വീണത് പ്രാർത്ഥനാ മുറിയിൽ. അറിയാമോ? ഒരു 120 പേര് ഒരു 240 മണിക്കൂർ ഒറ്റ ഇരിപ്പിലങ്ങ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ആശീർവാദം പറഞ്ഞപ്പോൾ ദൈവസഭ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സഭ ഉളവായത് പ്രാർത്ഥനാ മുറിയില. പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് പ്രാർത്ഥനാ മുറിയില. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 32 ദിവസത്തെ പ്രാർത്ഥന നടക്കുന്നതിന്റെ പിൻപിൽ ചിലതൊക്കെ ഉത്ഭവിക്കപ്പെടണം. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട് ഈ 32ാമത്തെ രാത്രിയിൽ ദൈവം പുതിയത് ചിലത് ഉത്ഭവിപ്പിക്കും? ഒരു സഭ പിറന്നു വീണതുപോലെ കരയാൻ നീ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാ. അയ്യം വിളിച്ച് കരയാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയുടെ അവസാനത്തിങ്കൽ ആനന്ദത്തിലേക്ക് നടത്താൻ ദൈവം ഇന്ന് രാത്രി മതിയായവനാ. ഹബക്കൂക്ക് അയ്യം വിളിച്ച് കരഞ്ഞു തുടങ്ങിയ ആ പ്രാർത്ഥന അവസാനിക്കുമ്പോൾ 3:18 അവൻ ആനന്ദിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന് മാത്രമേ കണ്ണുനീരിനെ ആനന്ദമാക്കി മാറ്റാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവങ്ങൾ ഉണ്ടാകണമെന്ന് അധിക സമയമൊന്നും വേണ്ട. ഈ കാനാവിലെ കല്യാണ വീടിനെ കുറിച്ച് യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ
ഇത് മറിയയുടെ സഹോദരിയായ ശലോമിയുടെ മകൻ യോഹന്നാന്റെ തന്നെ കല്യാണമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എങ്ങനെയാകട്ടെ, അവിടുത്തെയൊക്കെ അന്നത്തെ കല്യാണത്തിന് നമ്മുടെ കൂട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്നു, 10:30 നമ്മൾ വരുന്നു, 12:30 കല്യാണം കഴിയുന്നു, നമ്മളെല്ലാം എന്തെങ്കിലും കഴിക്കുന്നു, 2 മണിക്കകത്ത് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. അങ്ങനെയല്ല അന്നത്തെ കല്യാണം. അന്ന് വരാൻ വണ്ടിയില്ല, ഉള്ളത് ഒരു കഴുതയോ ഒരു ഒട്ടകമോ ഒരു കുതിരയോ ഒക്കെയാ. ഇതൊന്നുമില്ലാത്ത നടന്നു വരിക. അപ്പോൾ 12 ഗോത്രത്തിൽപ്പെട്ട സ്വന്തങ്ങളും ബന്ധങ്ങളും ചിതറി പാർക്കുക. ഈ ചിതറി പാർക്കുന്നിടത്ത് കല്യാണം അറിയിച്ച് എല്ലാവരും വന്ന് കഴിച്ചൊക്കെ പോകാൻ വേണ്ടി ദിവസങ്ങൾ എടുക്കും. വരുന്നവർ കഴിച്ചു പോകുകയാണ്. അപ്പൊ ഈ വാക്ക് പറഞ്ഞ് നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ കല്യാണ ദിവസം വരെ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഇത് രണ്ടും ഒന്നിച്ച് നടക്കാം. ഒരിടത്ത് വീട് പണി നടക്കുന്നു, ഒരിടത്ത് വിരുന്ന് നടക്കും. അപ്പൊ അങ്ങനെ വിരുന്ന് നടക്കുന്ന വീട്ടില് വീഞ്ഞിന് പോരായ്മ വരിക എന്ന് പറഞ്ഞാൽ വളരെ യാദർച്ഛികമായ സംഭവമാണ്. ഇത് സാധാരണക്കാരന്റെ വീടല്ല. ആ വീട്ടിൽ വരുന്നവർ കാല് കഴുകാൻ തന്നെ 6 കൽപ്പരണി. എത്ര? കേട്ടില്ല. 6 കൽപ്പരണി. ഒരു വലിയ പണക്കാരന്റെ വീട്ടിൽ യേശു ചോറിനാൻ പോയി, വൈകിട്ട് വിളിച്ച്. 4 പുത്രമുള്ളവന്റെ വീട്ടില ചോറിനാൻ ചെന്നു. പക്ഷെ കൈ കഴുകാൻ അവിടെ വെള്ളമില്ലായിരുന്നു, കാല് കഴുകാനും വെള്ളമില്ലായിരുന്നു. പക്ഷെ ഇവന്റെ വീട്ടിൽ കാല് കഴുകാൻ തന്നെ എത്ര പാത്രമുണ്ട്? 6. അപ്പൊ ആ ശീമോനെ കാട്ടി കാശുകാരനാണ് ഇവൻ. പ്രൈസ് ദി ലോർഡ്. ശീമോന്റെ വീട്ടിൽ ധനാഠ്യനായ ശീമോൻ എടുത്തെഴുതിയേക്കോ. ധനാഠ്യനായ ശീമോന്റെ വീട്ടിൽ യേശു ആഹാരം കഴിക്കാൻ ചെന്നു, പക്ഷെ അവിടെ കൈ കഴുകാൻ വെള്ളമില്ലായിരുന്നു. കർത്താവ് ഒരു പരാതിയായിട്ട് തന്നെ അത് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വന്ന് എനിക്ക് കാല് കഴുകാൻ വെള്ളം തന്നില്ല. പക്ഷെ ഇവന്റെ വീട്ടിൽ കാല് കഴുകാൻ തന്നെ എത്ര പാത്രമുണ്ട്? 6 പാത്രം. നമ്മുടെയൊക്കെ കേറ്ററിംഗ് ആരെ ഒരു ദിവസം വന്നാൽ മതി. ഇത് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിരുന്നാണെങ്കിൽ ഒരു വിരുന്നുപാഴിയെ 1 വർഷത്തേക്ക് വെച്ച് എത്ര രൂപ ആയിരിക്കും അവരുടെ സാലറി ഉണ്ടത്? പ്രൈസലോ. ഒരു വിരുന്നുപാഴി അവിടെ ആക്കിയേക്കുക. അവൻ ചുമ്മാ ഒന്ന് നിന്നിട്ട് ഇങ്ങനെ രുചിച്ചു നോക്കി നല്ലതാ കൊടുത്തോളാൻ പറഞ്ഞു ചെയ്യത്തില്ല. അവൻ അതിന് കാശ് മേടിച്ചോണ്ട് നിൽക്കുന്ന ആളാ. അപ്പൊ ഈ കല്യാണത്തിന് വാക്ക് പറഞ്ഞത് മുതൽ ഈ കല്യാണം നടക്കുന്നത് വരെ വിരുന്നുപാഴി വീട്ടിൽ നിൽക്കുക. അപ്പൊ ഇച്ചിരി സാമ്പത്തികം ഉള്ളവനാ. അവിടെ അല്ലല്ലോ പറഞ്ഞേ, യേശുവിനെ വരെ വിളിച്ചേക്കുക. അപ്പൊ ഇച്ചിരി സാമുദായിക ബന്ധമുള്ളവനാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത്രയെല്ലാം സാമ്പത്തികം ഉള്ളവന്റെ വീട്ടിൽ വീഞ്ഞ് തീർന്നു. വീഞ്ഞിനെ കുറിച്ച് നമ്മൾ പഴയ നിയമത്തിൽ പഠിക്കുമ്പോൾ ഹോശയ്യയുടെ പുസ്തകം, ആവർത്തന പുസ്തകം, ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ദൈവം ജനത്തിന് കൊടുത്ത അനുഗ്രഹമാ വീഞ്ഞ്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അബ്രഹാമ്യ സന്തതിക്ക് ദൈവം കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് എന്ത്? പറയെല്ലാരും വീഞ്ഞ്. അപ്പൊ വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞ അർത്ഥം അനുഗ്രഹം പോയെന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. പുരാതനമായി പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത് തലമുറയ്ക്ക് കൈമാറിയ ഒരു അനുഗ്രഹമില്ലാതെ പോയെന്നല്ലേ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ഓർപ്പിച്ചു വരുന്നത്, അപ്രതീക്ഷിത സമയമുണ്ടാകാൻ, സാഹചര്യം വരാൻ അധിക സമയമൊന്നും വേണ്ട. നനയ്ക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായി അനുഗ്രഹം ചോർന്നു പോയി എന്ന് വരാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ നേരത്തെ ക്ഷണിച്ച് യേശു അവിടെ ഉണ്ട്. 2, കണക്കൂട്ടൽ തെറ്റാ. ഏത് മിടുക്കൻ്റെയും കണക്കൂട്ടൽ തെറ്റും. വളരെ കരുതി കൂട്ടി ഇത്ര പേരെ വിളിച്ചിട്ടുണ്ട്. ഈ കല്യാണം കഴിച്ച ചെറുക്കൻ്റെ അമ്മയുടെ വീട്ടുകാർ ഇത്ര, അപ്പൻ്റെ വീട്ടുകാർ ഇത്ര, അവൻ്റെ കൂട്ടുകാർ ഇത്ര, എല്ലാം കൂടി ഇത്ര പേര് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ മൊത്തം കൂടെ വന്നാലും സഭക്കാരെ ഉൾപ്പെടെ ഇത്രേ കാണത്തുള്ളൂ എന്നെല്ലാം കണക്കാക്കി മേടിച്ചാ തീർന്നേക്കുന്നത്. ഏത് മിടുക്കൻ്റെ കണക്കൂട്ടലും തെറ്റാം. പ്രൈസ് ദി ലോർഡ്. 1, അപ്രതീക്ഷിത സംഭവം ഉണ്ടാകാം. 2, കണക്കുകൂട്ടല് തെറ്റാം. പ്രൈസ് ദി ലോർഡ്. 3, സമൂഹത്തിന് മുമ്പിൽ തലതായിക്കാൻ ഒരു സമയമൊന്നും വേണ്ട. ഇത് 3 വന്നോട്ടെ. എല്ലാവരും പറഞ്ഞു ഇത് 3 വന്നോട്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നേരത്തെ ക്ഷണിച്ച യേശു വീട്ടിലുണ്ടോ? സംഭവം വരത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞു, അത് വന്നോട്ടെന്നേ. പിശാചിന് ചെയ്യാൻ കഴിയുന്നില്ല, ചെയ്യട്ടെ. പക്ഷെ നീ നേരത്തെ ഇതൊക്കെ സംഭവിക്കുമെന്ന് അറിയുന്നതിന് മുമ്പേ, സംഭവിക്കാൻ സാധ്യതയില്ല എന്നതിന്റെ സാഹചര്യം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ നീ യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ടോ? എങ്കിൽ സമയത്ത് ആരുടെ മുമ്പിൽ ലജ്ജിക്കാതെ നിന്നെ മാനിക്കാൻ യേശു മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, പെരയ്ക്കകത്ത് കലവറയിലാണ് വീഞ്ഞിരിക്കുന്നത്. യേശു വന്നപ്പോ ഇത് കിണറ്റിനകത്തായി. മനസ്സിലായില്ല. പക്ഷേ ഇത് പെരയ്ക്കകത്ത് കലവറയുന്ന സാധന.
പക്ഷെ ഇപ്പൊ വിളമ്പാൻ നോക്കിയപ്പോ സാധനം അകത്തില്ല. ഇത് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷെ അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവന് മനസ്സിലായി അതിര് വിട്ടു പോയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ താമസക്കാരന്റെ 4 അതിരിനകത്ത് എവിടോ കിണറിനകത്ത് വരെ ഇത് പോയിട്ടുണ്ട്. ഇത് ഉയർത്താൻ ഇനി കർത്താവിനെ കൊണ്ടല്ലാതെ ആർക്കോട്ട് കഴിയത്തുമില്ല. നിന്റെ വീട്ടിൽ തമ്പുരാൻ അനുവദിച്ചു തന്ന അനുഗ്രഹം നിന്റെ അശ്രദ്ധ കൊണ്ട് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 32ാമത്തെ രാത്രിയിൽ ദൈവാത്മാവ് ദൂത് പറയുകയാണ്, അതിനെ ഉയർത്തിയെടുത്ത് തരാൻ കഴിവുള്ള ഒരുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരത്ര യേശു. വിശ്വസിക്കുന്നവര് മാത്രമേ രാത്രി കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. എത്ര ആഴത്തിപ്പോഴ നന്മയെയും. പക്ഷേ നീ ഇന്ന് രാത്രി ആരെ നിർബന്ധിക്കണം? കർത്താവിനെ ഒന്ന് നിർബന്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്തോ കർത്താവിനെ നിർബന്ധിക്കുക എന്ന് പറഞ്ഞ ഈ ശിഷ്യന്മാരിൽ ഒരു 2 പേര് കർത്താവിന്റെ ഈ കാൽവറി മരണമൊക്കെ നടന്ന് ക്രൂശീകരണവും അടക്കവും എല്ലാം കഴിഞ്ഞ് ഉയർപ്പ് നടന്നെന്ന് ശിഷ്യന്മാര് ചിലർ പറഞ്ഞ് ഒട്ടും വിശ്വാസമില്ലാതെ ഈ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നവരുടെ കൂടെ കർത്താവ് ഇങ്ങനെ ചേർന്ന് നടന്നു. നമ്മുടെ ഭാഷയെ പറഞ്ഞ 2 പിന്മാറ്റക്കാരുടെ കൂടെ കർത്താവ് ചേർന്ന് നടക്കുക. കർത്താവ് നടക്കുമ്പോൾ ഇവരിങ്ങനെ തർക്കിച്ചും വാദിച്ചും പോവുക വഴിയെ. അപ്പൊ കർത്താവ് ഇവരോട് സംസാരിച്ചു. ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലുള്ള യേശുവിനെ വെളിപ്പെടുത്തി. അപ്പൊ ഇവരെ ഉള്ളം കത്തുന്നുണ്ട്. വീടിന്റെ പടിക്കൽ ചെന്നപ്പോ കർത്താവ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഭാവം കാണിച്ചു. പോകാനൊന്നും അല്ല, ഇത്രയൊക്കെ വചനം ഞാൻ പറഞ്ഞില്ല, 32 ദിവസമായിട്ട് രാവിലെയും വൈകിട്ടും കേൾക്കുമല്ല, ഒന്ന് വീട്ടിലോട്ട് കയറാൻ നിർബന്ധിക്കുമെന്ന് അറിയാൻ വേണ്ടി ഒരു ഭാവം കാണിച്ച. പ്രൈസ് ദി ലോർഡ്. അപ്പം മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ച ഉടനെ ഇവര് പറഞ്ഞു, കർത്താവേ ഞങ്ങളെ കടന്നു പോകരുത്, നേരം വൈകുന്നു, സൂര്യൻ അസ്തമിച്ചു തുടങ്ങി, ഇരുട്ടായി തുടങ്ങി, ഞങ്ങളെ തനിച്ചാക്കിയിട്ട് പോകരുത്. സ്തോത്രം. ഇവരുടെ നിർബന്ധം കേട്ടപ്പോ കർത്താവ് ഇവരുടെ വീട്ടിലോട്ട് കയറി ചെന്നു. സ്തോത്രം പറഞ്ഞേ, ഇന്ന് രാത്രി നിർബന്ധിച്ചാണെങ്കിലും അകത്ത് കയറ്റിക്കോണം. ആ പോട്ടെന്ന് പറഞ്ഞ് വിടരുത്. 32ാമത്തെ രാത്രിയെങ്കിലും നീ ഒന്ന് നിർബന്ധിച്ച് അകത്ത് കയറ്റണം. ഇന്ന് രാത്രി സുരേഷ് ബാബു പാസ്റ്റർ എന്നോടുള്ള പ്രത്യേക സ്നേഹം കൊണ്ട് എന്നെ ഒരു പിതാവിനെ പോലെ കണക്കാക്കി. 10-40 വർഷത്തെ ബന്ധമല്ലേ. എന്നോട് പറഞ്ഞു, അച്ഛാ വീട്ടിൽ വന്ന് കഴിച്ചിട്ടേ പോവാം. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോറെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അതെന്തുമായിരിക്കും? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? യേശു ഈ വീട്ടിലൂടെ നിർബന്ധിച്ച് കയറിയിട്ട് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തെന്ന് എഴുതിയേക്കും. അങ്ങനല്ലയോ? അതിഥിയായിട്ട് വന്നവൻ ആതിഥേയനായി. നിങ്ങൾക്ക് മനസ്സിലായില്ല? നിങ്ങളുടെ ആരുടെയും വീട്ടിൽ ഞാൻ വന്ന് കയറിയിട്ട് ഞാൻ അപ്പം എടുത്ത് നിങ്ങൾക്ക് തരിക എന്ന് പറഞ്ഞാൽ അതൊന്ന് ചിന്തിക്കാൻ ഒക്കോ സാറേ? ഹലോ, വഴിയെ പോയവനെ നിർബന്ധിച്ച് വീട്ടിൽ കയറ്റിയതാ. കയറ്റിക്കഴിഞ്ഞപ്പോൾ അപ്പം അവനെടുത്തു, സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ യേശു അകത്ത് കയറിയപ്പോൾ ഡൈനിങ് ടേബിളിന്റെ രീതി മാറിയെന്നല്ലേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇന്ന് രാത്രിയിൽ നിന്റെ ആ ചെറിയ ഒരപ്പമുണ്ടല്ലോ, കേറിയിരിക്കുന്ന ആരുടെ കയ്യിലാണെന്നറിയാമോ? 5 കൊണ്ട് 5000 പോഷിപ്പിക്കുന്ന കയ്യിലാ നിന്റെ ആ ചെറിയ നന്മ കയറിയിരിക്കും. ഇന്ന് രാത്രി നിർബന്ധിച്ച് അവനെ അകത്ത് കയറി. എത്ര പേര് 32ാം രാത്രി ഒന്ന് അയ്യം വിളിച്ച് കരയും, കർത്താപ്പ എന്നെ തനിച്ചാക്കിയിട്ട് പോകരുത്. ഈ പ്രതികൂലത്തിൽ, ഈ പ്രതിസന്ധിയിൽ, ഈ നിന്ദയിൽ, ഈ ഒറ്റപ്പെടുത്തലിൽ, ഈ അപമാനത്തിൽ, ഈ പരിഹാസത്തിൽ എന്നെ തനിച്ചാക്കിയിട്ട് പോകരുത്. എത്ര പേര് ഹബക്കൂക്കിനെ പോലെ അയ്യം വിളിച്ച് കരയാൻ തയ്യാറുണ്ട്? ഈ കോടാലിയൊക്കെ ഊരിപ്പോകുന്ന സ്വപ്നത്തിൽ പോലും വിചാരമില്ലാത്ത സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞു, ഏലിശ നമ്മുടെ ഈ താമസിക്കുന്ന സ്ഥലത്ത് ഇടുക്കുക, ഒരു 10 കമ്പ് വെട്ടിക്കൊണ്ട് യോർദാനിൽ നിന്ന് വരാൻ ഒരു അനുവാദം തരണം. അങ്ങനെ പറഞ്ഞ് 10-15 വെട്ടിക്കൊണ്ട് പോരാൻ പറഞ്ഞു. പോകാത്തതുകൊണ്ടല്ലേ ഞങ്ങൾ പോകാൻ പറയാത്തത്. ഞാൻ 10 പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഒരാൾ പാന്തയിലാണെങ്കിൽ പ്രാർത്ഥിച്ചു വിടാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷെ പോത്തില്ലല്ലോ. ശിവർ പറഞ്ഞു ഞങ്ങൾ പോയി 10 കമ്പ് മുറിച്ചുകൊണ്ട് വരാം. എലിശ പറഞ്ഞു പൊക്കോ. ഞങ്ങൾ പോകാം, പക്ഷെ നീ കൂടെ വരണം. പ്രൈസ് ദി ലോർഡ്. അന്നേരം കോടാലി ഊരിപ്പോയിട്ടുണ്ടോ? പറ. ഇല്ല. പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല. പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഇവർ പറയണം നീ കൂടെ വരണം.
നീ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോത്തില്ല. ഇതിനെ നിർബന്ധിച്ചെന്നറിയാമോ? ഒരു പക്ഷെങ്കിൽ ആർക്കും ഉയർത്താൻ കഴിയാത്ത ആഴത്തിലേക്ക് എൻ്റെ കോടാരി പോയേക്കാം. അങ്ങനെ പോയാൽ ഞാൻ നിസ്സഹായനാകും. അത് ഉയർത്താൻ കഴിവുള്ളവൻ കൂടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ഒറ്റയ്ക്ക് മടങ്ങരുത്. ഒന്ന് അയ്യം വിളിച്ച് കരഞ്ഞാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് രാത്രി നീ ഒന്ന് അയ്യം വിളിച്ച് കരഞ്ഞാണെങ്കിലും നിന്റെ കൂടെ വരാൻ തയ്യാറുള്ളവൻ നിർബന്ധിച്ചാൽ ഇന്ന് രാത്രിയിൽ അവൻ നിന്റെ കൂടെ വരാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടല്ലേ മോശയോട്, മോശ ഞാൻ ഈ ദുശാഠ്യമുള്ള ജനത്തിനോട് നീ വരത്തില്ല. ഇവർ ദുശാഠ്യമുള്ളവരാ, ഇവര് മത്സരികളാ. ഞാൻ ഇവന്മാരുടെ കൂടെ നടന്നാൽ ഒരു നിമിഷം നടന്നതിനെ അവന്മാരെ കത്തിച്ചു കളയും. നിന്നെ ഞാൻ ഒരു ജാതിയാക്കും. ഞാൻ വരത്തില്ല. സ്തോത്രം. പകരം ഞാൻ ഒരു ദൂതനെ മുന്നിൽ അയച്ചേക്കാം. മോശ പറഞ്ഞു, നീ കൂടെ വരുന്നില്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ എന്നെ അനുവദിക്കരുത്. ഒരു ദൂതനല്ല, 1000 ദൂതൻ വന്നാൽ ഞാൻ പോത്തില്ല. നീ എന്റെ കൂടെ വരും. ഇന്ന് രാത്രി എത്ര പേര് നിർബന്ധിക്കാൻ തയ്യാറുണ്ട്? അപ്പൊ ആ ദൂതനെ കാണാനല്ല ഞാൻ വന്നത്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരഞ്ഞു പറഞ്ഞേ, അപ്പ ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഹല്ലേലൂയ. എത്ര പേര് കരയാൻ തയ്യാറുണ്ട് വിഷയത്തെ കണ്ടിട്ട്? ഹബക്കൂക്കിന്റെ വിഷയമല്ല, അവന്റെ ഭാര്യയുടെ വിഷയമല്ല, അവന്റെ പിള്ളേരുടെ വിഷയമല്ല, അവന്റെ സഭയുടെ വിഷയമല്ല. ചുറ്റുപാട് നടക്കുന്ന അധാർമികമായ ലഹളകളും കലഹങ്ങളും ശണ്ഡകളും കണ്ടിട്ട് വിടുവിപ്പാൻ കഴിവുള്ളവന്റെ മുമ്പിൽ മുഴങ്കാലി കിടന്നുകൊണ്ട് അവൻ കരയുകയാണ്. അയ്യം വിളിച്ച്, അയ്യോ യഹോവേ, നീ ഇത് കാണുന്നില്ലേ? ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്റെ പൊന്നു കൂടപ്പിറപ്പെ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? ആഗാബിന്റെ സിംഹാസനം ഉൾപ്പെടെ ഇളകും. മുട്ടിനിടയിൽ തലയിട്ട് കരയാൻ ഒരുത്തനുണ്ടോ? ഒരുത്തനുണ്ടെങ്കിൽ ഇസബേലിയ വ്യാപാരം പൊളിയും, ആഗാബിയ കോട്ട ഇടിയും, അവന്റെ സിംഹാസനം ചലിക്കും, ബാലിന്റെ ബലിപീഠങ്ങൾ തകരും. കരയാനും മുട്ടുമടക്കാനും ഒരുത്തനുണ്ടെങ്കിൽ ഇന്ന് രാത്രി 32ാമത്തെ രാത്രി തിരുവനന്തപുരം പട്ടണത്തിന് നടുക്ക് ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ദൈവാത്മാവ് ദൂത് കൈമാറുകയാ. നീ ഒന്ന് അയ്യം വിളിക്കാൻ തയ്യാറാണെങ്കിൽ തിരുവനന്തപുരം മേഖലയെ അടക്കി വാഴുന്ന, കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന, തലമുറയെ ചിഹ്ന ഭിന്നമാക്കുന്ന, സഭകളെ തകർക്കുന്ന ആഗാഭ്യ ശക്തികളെ ഇന്ന് രാത്രി അടിത്തറ തോണ്ടാൻ പ്രാർത്ഥിക്കുന്നവന് കഴിയും. നിങ്ങൾ ഇവിടെ ചുമ്മാ ഇരുന്ന് ഈ ഹല്ലേലൂയ പറയുമ്പോൾ പല മേഖലകളിൽ ഞെട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, അതാ രേഖാവ് പറഞ്ഞത്, നിങ്ങളുടെ നടുവിൽ യഹോവയായ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ ഞങ്ങൾ ഇവിടെ കേട്ടിട്ട് ഞങ്ങളുടെ ഉള്ളുരുകിയിരിക്കുക. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? ജനം ഇവിടെ യോർദാൻ കിടക്കുന്നു, ചെങ്കടൽ കിടക്കുന്നു, പാറയിൽ നിന്ന് വെള്ളം വരുന്നു, കാട പറന്നു വരുന്നു, മന്ന പൊഴിഞ്ഞു വരുന്നു, മേഘം മീതെ നിൽക്കുന്നു. ഇതെല്ലാം കൂടെ കേട്ടപ്പെടുത്തേന് എരിഹോ നിവാസികളുടെ ഉള്ളുരുകി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ സ്തോത്രത്തിന്റെ പുറകിൽ, നിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ, നിന്റെ ആരാധന പുറകിൽ ഉള്ളുരുകി ഭയപ്പെടുന്ന ചിലരൊക്കെ ഉണ്ട്. അവൻ അവിടെ തകർത്തടിച്ച് ആഭിചാരം ചെയ്യട്ടെ, അവൻ നേർച്ചകൾ കഴിക്കട്ടെ. നിന്റെ അകത്ത് അയ്യം വിളിച്ച് കരയാൻ ഹബക്കൂക്കിനെ പോലെ ഇന്ന് രാത്രിയിൽ ആഴമായും നിലവിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾ ആ 1ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ഹബക്കൂക്കിന്റെ പ്രവാചകം, ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും. അപ്പൊ ഒരു ദിവസത്തെ കരച്ചിലല്ലേ? എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, ഇങ്ങോട്ട് നോക്കി. ഒരു രാത്രി പീസിച്ചെറിയാൻ പാഷ പണ്ട് ഇന്ന് രാത്രി അയ്യം വിളിച്ച് കരഞ്ഞേക്കാന്ന് പറഞ്ഞുള്ള കരച്ചിലല്ല. ഇത് തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാനോ സുരേഷ് ബാബു പാഷോ പറഞ്ഞ് പ്രേരിപ്പിച്ച് കരയിപ്പിക്കുകയല്ല. ഒരു ഉപദേശ ദൂത് പറഞ്ഞ് അച്ചായിന്നോട്ട് കുറച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് കരയിപ്പിക്കുകയല്ല. തൻ്റെ അകത്തുണ്ടായ ആ വലിയ ആത്മഭാരം ഒരു പ്രാർത്ഥനയായിട്ട് തുടങ്ങി.
ഒരു കരച്ചിലായിട്ട് തുടർന്ന് ഒരു അയ്യം വിളിയായിട്ട് മാറി. നമ്മളെപ്പോഴും അയ്യം വിളിക്കുന്നേ അതുപോലൊരു സംഭവം നമ്മുടെ വീട്ടിലെ ഒരു വേർപാടോ അല്ലേ, അതുപോലൊരു സംഭവം ഉണ്ടോ നമ്മൾ അയ്യം വിളിക്കൂ? ഇത് ഈ മനുഷ്യന്റെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. ഞാൻ ആവർത്തിച്ച് തിരിച്ചു മറിച്ചു എല്ലാം വായിച്ചു, എവിടെങ്കിലും ഈ പുള്ളിക്ക് വല്ല കുഴപ്പമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രശ്നവുമില്ല. പക്ഷെ നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്. നാട്ടിലെ പ്രശ്നമെല്ലാം കൂടെ കണ്ടിട്ട് ഈ ഭക്തൻ അത് സ്വന്തം പ്രശ്നമായിട്ട് അങ്ങോട്ട് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന കണ്ണുനീരായി. കണ്ണുനീര് ഒരു അയ്യം വിളിയായിട്ട് മാറി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സാധാരണ കരഞ്ഞ അയലോകക്കാർ വരത്തില്ല, പക്ഷെ അയ്യം വിളിച്ച നാട്ടുകാർ കൂടും. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ കേൾക്കുമെന്നൊന്നും ഹബക്കൂക്കിന് വിജയമല്ല. അവൻ പറയുന്ന, കർത്താവേ, ഇതെത്രത്തോളം ഞാൻ കണ്ടോണ്ടിരിക്കും? ദേശം തകരുന്നു, ആത്മീയം ഇല്ലാതായിരിക്കുന്നു, അഭിഷേകം ചോർന്നു പോയിരിക്കുന്നു, സഭകൾ ശിഥിലമാകുന്നു, ആത്മാക്കൾ ചിതറുന്നു, ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചിതറി കിടക്കുന്നു. ഇതിന് നടുവിൽ ഒരു ഭക്തൻ നിലവിളിക്കുക. ഇന്ന് രാത്രി ദേശത്തു സംഭവിക്കുന്ന ആത്മീക മൂല്യച്യുതികളെ കണ്ടിട്ട് ഒന്ന് ചങ്കുപൊട്ടി കരയാൻ തയ്യാറുള്ള ഒരു ദൈവത്തിന്റെ പൈതലുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗ്ഗം ഈ രാത്രിയുണ്ട്. ഏറ്റെടുക്കുന്നവൻ മൗനമായിരിക്കരുത്. നീ കരയാൻ തയ്യാറാണോ? സ്വർഗ്ഗം ഇറങ്ങാൻ തയ്യാറാ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എലിശായെ നിർബന്ധിച്ചു. മോശ ദൈവത്തെ നിർബന്ധിച്ചു. ശിഷ്യന്മാർ രണ്ടുപേരെ യേശുവിനെ നിർബന്ധിച്ചു. വയലിൽ നിന്ന് കയറിയിരുന്ന ശീമോനെ ക്രൂശി ചുമക്കാൻ ബാക്കി പറ നിർബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും എടുക്കാൻ സാധ്യതയില്ലാത്ത ഒന്നാ ക്രൂശ്. പക്ഷേ ക്രൂശുമായിട്ട് മുൻപോട്ട് പോകുന്നില്ല യേശു. പെസഹായുടെ രാത്രി മുതൽ ക്രൂശീകരണത്തിന് തൊട്ടു മുമ്പ് വരെ നടന്ന പീഡനം, ഈ നിങ്ങൾ കണ്ട പാഷൻ ഓഫ് ക്രൈസ്റ്റിനകത്തെ കാര്യമല്ല ഞാൻ പറയാൻ. അത് കണ്ട് ഹാർട്ട് അറ്റാക്ക് വന്നവരും മയങ്ങി വീണവരും ഉണ്ട്. അതെല്ലാം അഭിനയ. ഇത് നേരിട്ട് കർത്താവ് അനുഭവിക്കുക. ഞാൻ അഭിനയത്തിന്റെ കാര്യമല്ല പറയുന്നത്, അനുഭവിച്ച കാര്യം പറയവാ. പ്രൈസ് ദി ലോർഡ്. ഈ ക്രൂശുമായി ഒരു സ്റ്റെപ്പ് മുൻപോട്ട് അവനൊക്കുന്നില്ല. പക്ഷെ നേരം പോകുന്നു. നേരം പോകുന്നതിന് മുമ്പേ ക്രൂശീകരണം നടക്കണം. ക്രൂശി വെച്ച് ആള് മരിക്കണം. മരിക്കുന്ന ആളെ അടക്കണം. ഇത് വൈകിട്ട് 6 മണിക്ക് മുമ്പേ നടന്നില്ലെങ്കിൽ ശബത്ത് തുടങ്ങും. ശബത്ത് തുടങ്ങിയാൽ പിന്നെ ശബത്ത് കഴിയുമ്പോൾ ഈ ശവം അവിടെ കിടക്കണം. പിന്നെ ശവം അടക്കാനൊക്കത്തില്ല. അതുകൊണ്ട് ശബത്ത് ആരംഭിക്കും മുമ്പ് ഇതെല്ലാം കഴിയണം. ക്രൂശീകരണം നടക്കണം. ക്രൂശിന്ന് ബോഡി ഇറക്കണം. എവിടെയാണോ അടക്കാൻ തീരുമാനിച്ച സ്ഥലത്തുകൊണ്ട് അടക്കണം. ഇത് കഴിഞ്ഞിട്ട് എന്താരംഭിക്കാവൂ? ശബത്ത് ആരംഭിക്കാവൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നവന്റെ അകത്ത് തീ കത്തിക്കൊണ്ടിരിക്കുക. ശബത്ത് ആരംഭിച്ചാൽ പ്രമാണമാണ്, വേറെ ചെയ്യാൻ പാടില്ല. അപ്പൊ അതിനു മുമ്പ് ഇതെല്ലാം നടക്കണം. വല്ല വിധേനെ അതിനു മുമ്പ് സംഗതി അങ്ങ് ഗാഗുൽത്തായിലെത്തണം. പക്ഷെ ഗാഗുൽത്തായിലെത്താൻ ഇനിയും കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ആര് ക്രൂശെ തൊടത്തില്ല. ശിഷ്യന്മാര് 12 മാറി നിൽക്കുക. കൂടാടുന്ന സഹോദരിമാരും അപ്പം തിന്നവരും എല്ലാം മാറി നിൽക്കുക. കൈ വരണ്ട സൗഖ്യമായവന്റെ കൈ നല്ല ബലമായി ജിംനാസ്റ്റിക് ബോഡി നിൽക്കുക. അവൻ കൈ കൊണ്ട് തൊട്ടില്ല. കൂനിയെന്ന് അമ്മച്ചി നേരെ നിൽക്കുക. അമ്മച്ചി അടുത്തില്ല. രക്തസ്രാവക്കാരി രക്തസ്രാവം എല്ലാം മാറി സുന്ദരിയായിട്ട് നിൽക്കുക. അവരടുത്തില്ല. 40 വർഷം കണ്ണുപൊട്ടനായി നടന്നവൻ കണ്ണ് സൗഖ്യമായി കണ്ണ് തുറന്നത് കണ്ടുകൊണ്ട് നിൽക്കുക. അവൻ അടുത്തില്ല. പ്രതീക്ഷിച്ച ആരും അടുത്തില്ല. എല്ലാവരും അകലം വിട്ടു. എല്ലാവരും അകലം വിട്ടെങ്കിലും ശബത്തിന് മുമ്പ് ഈ കാര്യം നടക്കണം. പടയാളികളുടെ രക്തദാഹികളായ റോമൻ പട്ടാളക്കാരന്റെ കണ്ണുകൾ ജ്വലിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ വയലിൽ നിന്ന് കയറി വരുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പണത്തിന് കാലാ കളച്ചിട്ട് വരുന്നവൻ ദൂരെ നിന്ന് വന്ന് അറിയാതെ വന്ന് ഇതിനകത്ത് കയറിപ്പോയതാ. ഇന്ന് രാത്രി അറിയാതാണെങ്കിലും നീ കയറി അകത്തുണ്ടെങ്കിൽ നിന്റെ വിടുതലിന്റെ രാത്രി അകട്ടോ. അലരുവെ ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചോ. ശ്രദ്ധിച്ച്, അപ്രതീക്ഷിതമായി അവനെ പടയാളികൾ കണ്ടു. പടയാളി പറഞ്ഞു, എടുക്കടാ, ക്രൂശ് എടുക്ക്. അവൻ പറഞ്ഞു, ക്രൂശ് എടുക്കത്തില്ല. ഒന്നാമത് ഞാന്
ആഫ്രിക്കൻ രാജ്യത്തു നിന്ന് ഇവിടെ കൂലിവേല ചെയ്ത് ജീവിക്കാൻ വന്ന നമ്മുടെ ബീഹാറിൽ നിന്ന് വന്ന ബംഗാളിയെ പോലൊക്കെയുള്ള ഒരാളായിട്ട് ഞാനിവിടെ വന്ന് വേല ചെയ്യുന്നവനാ. എന്നെ ഉപദ്രവിക്കരുത്. ക്രൂശ് എടുത്താൽ ഇതെടുക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും. എൻ്റെ ഭാര്യയും എൻ്റെ മക്കൾ രൂപോസും അലക്സാണ്ടറും ഒക്കെ ശപിക്കപ്പെടും. ഞാൻ എടുക്കത്തില്ല. അവൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ചാട്ടവാർ ഒന്ന് ചുഴറ്റി വീശി. ചാട്ടവാർ കണ്ടപ്പോൾ അറിയാതെ ഇവൻ പേടിച്ചു പോയി ക്രൂശ് എടുത്തു. യേശു ക്രൂശ് ചുമക്കുന്ന പോലല്ല ശീമോൻ. അവനൊരു സാധാരണ മനുഷ്യനല്ലേ. ക്രൂശ് ഒരു ശകലം നീങ്ങിയപ്പോൾ അവന് ഒട്ടും എടുക്കാൻ വയ്യ. മനസ്സിലാകുന്നുണ്ടോ? ഉടനെ ഈ തോളത്താണ് ക്രൂശിന്റെ വെയിറ്റ് ഉള്ള ഭാഗം യേശുവിന്റെ. ബാക്കി ആ വാൽഭാഗം ആരുടെ തോളത്ത്? ശീമോന്റെ. ശീമോനോട് ചെറുകെ പറഞ്ഞാണ്, നാട്ടുകാർ കേൾക്കാതെ, ശീമോനെ, ഗബദ മുതൽ ഇവിടം വരെ ഞാൻ തനിച്ചാടാ ചുമന്നേ. ഇനി ഒരു ശകലം കൂടെ ഉള്ളൂ. ഒരല്പ ദൂരം കൂടെ പോയാൽ നമ്മൾ ഗാഗുൽത്തായിലെത്തുവിടാ. പിന്നെ നീ എടുക്കണ്ട, അതുവരെ എടുത്താ മതി. അത് കഴിഞ്ഞാൽ നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ എടുത്തോളാം അവിടെ. ഓ, മനസ്സിലാകുന്നവൻ ആരാധിക്കാതിരിക്കല്ലേ. നീ ഒരല്പസമയം കൂടി ക്രൂശ് ഒന്ന് ചുമന്നാ മതി. നീ നിർബന്ധം കൊണ്ടാണെങ്കിലും ഒരല്പസമയം കൂടെ ഈ ക്രൂശ് ഒന്ന് ചുമന്നാൽ പിന്നെ നീ ചുമക്കണ്ടടാ. പിന്നെ ആയുഷ്കാലം മുഴുവൻ നിന്നെ, നിന്റെ കുടുംബത്തെ, നിന്റെ മകൻ രൂപോസിനെ, അലക്സാണ്ടറെ ഒക്കെ ഞാൻ ചുമന്നോളാമടാ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. നിർബന്ധം കൊണ്ടാണെങ്കിലും ഇന്ന് രാത്രിയിൽ നീ ഒന്ന് അയ്യം വിളിച്ച് കരയാൻ, ഒന്ന് നിർബന്ധിക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ പൈതലെ, നിന്റെ സ്ഥിതി മുഴുവൻ മാറ്റി മറിക്കാൻ കരുത്തുള്ള ഒരു സ്വർഗം ഇവിടെയുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എടാ ശീമോനെ, ഗതസമനം ഞാൻ തന്നെയാണോ ജയിച്ചേ? അവിടെ പത്രോസ് ഉറങ്ങുമായിരുന്നു, യാക്കോബ് യോഹന്നാനും ഉറങ്ങായിരുന്നു, മറ്റൊരു 8 പേരും വാതിൽ കിടന്നു. ഞാൻ തന്നെയുള്ളു. ഗതസമനം ഞാൻ തന്നെയാ ജയിച്ചേ. എടാ ഗബദ ഞാൻ തന്നെയാ ജയിച്ചേ. മുളുക്കിനിടം തലയെ വെക്കുമ്പോൾ ആ ഒഴിയിറങ്ങ ചോര കണ്ണിക്കൂടെ വരെ തൂക്കാൻ എനിക്ക് ആരുമില്ലായിരുന്നു. ഞാൻ തന്നെയാണ്. ആ മുഖത്തെ രോമം പിഴുതു പറിച്ചപ്പോൾ ഞാൻ തന്നെയുള്ളായിരുന്നു. ആ ചാട്ടവാറ് കൊണ്ട് പുറ ഉഴുവുചാല് പോലെ അടിച്ചു കീറിയപ്പോ ഞാൻ തന്നെയുള്ള ഗബദ ഞാൻ തന്നെ ജയിച്ചാടാ. എന്നെ ആരും സഹായിക്കില്ലായിരുന്നു. ഈ ഗാഗുൽത്തായിലേക്കുള്ള യാത്രയുടെ പകുതി ദൂരം ഞാൻ തന്നെയാണ് ചുമന്നേ. ഇനി ഒരല്പ ദൂരം. പ്രൈസ് ദി ലോർഡ്. ചില ചുവടുകൾ കഴിഞ്ഞാൽ നമ്മൾ ഗാഗുൽത്തായിലെത്തുപെടാ. ഗാഗുൽത്തായിലെത്തുന്നത് വരെ നീ ആ കൈയോടെ താങ്ങിയാൽ മതി. പക്ഷെ ഗാഗുൽത്തായിലെത്തിയാൽ നിന്റെ മകനെ ഞാൻ പ്രസിദ്ധനാക്കും. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മ ഇടപെടുകയാ. ഒരല്പസമയം നീ കർത്താവിന് വേണ്ടി ഒന്ന് കരയാൻ തയ്യാറായാൽ ഈ ഉപവാസത്തിന്റെ അവസാനത്തെ 8 ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് ചോദിക്കുകയാണ്. ഒരല്പസമയങ്ങൾ ഈ കർത്താവിന്റെ ക്രൂശിന്റെ ഒരു പങ്കാളിത്തം വഹിച്ച് ഒന്ന് കരയാൻ, അയ്യം വിളിക്കാൻ. ഹബക്കൂക്കിനെ പോലെ, അപ്പാ ലോകം നശിക്കുന്നു, ശണ്ട പെരുകുന്നു, അനീതി പെരുകുന്നു, ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു. ഓ, അതിന്റെ നടുവിൽ ഒരു ഭക്തൻ അയ്യം വിളിക്കുകയാ. Praise the Lord. Praise the Lord. ഈ പട്ടണത്തിൽ തിരക്കുകളുള്ള ജോലികളുടെ നടുവിൽ ഇന്ന് രാത്രി എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിക്കുന്ന വെപ്രാളത്തിനിടയ്ക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞ് ദൈവസന്നിധി വന്നിരിക്കാൻ ഒരു മനോഭാവം നിനക്കുണ്ടായല്ലോ. പ്രത്യക്ഷത്തിൽ നീ മറുപടി ഒന്നും കണ്ടില്ലെന്ന് വരാം. പേടിക്കണ്ട, മറുപടി ഉണ്ട്. ദൈവാത്മാ പറയുന്ന വിടുതലുണ്ട്. നീ സ്വപ്നം കാണാത്ത ചില വിടുതലുകൾ. വിശ്വസിക്കുന്നവരെ ആരാധിക്കാവൂ. നീ സ്വപ്നം കാണാത്ത ചില വിടുതലുകൾ ദൈവം നിനക്ക് വേണ്ടി അല്ലെ പകർന്നു തരുവാൻ മതിയായവനായി നമ്മോട് കൂടെയുണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചേ, കണക്കൂട്ടൽ തെറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇത്രയും പറഞ്ഞ്. യെരിഹോവിലേക്ക് പോയ യെരുശലേമിലെ കാശികാരൻ ചെറുക്കൻ വലിയ പ്രതീക്ഷയോടെ അവൻ പോയി. ഒരു സഞ്ചി നിറച്ച് കാശെല്ലാം കൊണ്ടാവും പോന്നെ.
നാട്ടുകാരറിയാത്ത എവിടെങ്കിലും പോകണം. അവിടെ പോയി എന്തെങ്കിലും ചെറിയ റിയൽ എസ്റ്റേറ്റോ അല്ലെ പൈസ പലിശയ്ക്ക് കൊടുക്കുവോ എന്തെങ്കിലും പരിപാടി ചെയ്ത് 10 കാശുണ്ടാക്കി തിരിച്ച് മാന്യനായിട്ട് വരണം. ഇപ്പം ഞാൻ നടന്നു പോകുന്നു, തിരിച്ച് ഞാൻ ബെൻസേ വരും എന്നൊക്കെയുള്ള ചിന്തയിൽ പോയതാ. പക്ഷേ എരിഹോ വെച്ച് കാശും പോയി, പ്രാണന്റെ പകുതിയും പോയി. അർത്ഥപ്രാണനായി വഴി വീഴേണ്ടി വന്നു. കണക്കൂട്ടലെല്ലാം തെറ്റി. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പനോട് നിർബന്ധിച്ച് വീതം മേടിച്ചോണ്ട് പോയി ചെറുക്കൻ നല്ല കണക്ക് കൂട്ടിപ്പോയതാ. എന്റെ ചേട്ടനെ പോലെ കാല കളയ്ക്കാൻ, ആടിനെ തീറ്റാൻ എന്നെ കിട്ടുന്നില്ല. അവൻ അപ്പൻ്റെ കൂടെ കാല കളച്ചോട്ടെ, കണ്ടെത്തി പണിതോട്ടെ, ആടിനെ തീറ്റിക്കോട്ടെ, ഞാനിവിടെയും പോയി 10 കാശുണ്ടായിക്കൊണ്ട് വന്നോളാം, കാശ് വീതം തന്നൊക്കെ പറഞ്ഞ് വീതം മേടിച്ചോണ്ട് ചുമ്മാ അല്ല, കണക്ക് കൂട്ടിപ്പോയതാ. കണക്ക് കൂട്ടിപ്പോയത് പന്നിക്കോട്ടിലാണെന്ന് ചെന്നപ്പോഴാണ് മനസ്സിലായത്. ഹലോ, മനസ്സിലായില്ല. പിന്നെ ഷെയർ മേടിച്ചോണ്ട് പോയാൽ ചെന്ന് ചേർന്നത് പന്നിക്കൂട്ടിലാന്ന്. കണക്കൂട്ടൽ തെറ്റാൻ അധിക സമയം വേണ്ട. മനസ്സിലാകുന്നുണ്ടോ? ഇന്നുണ്ടെന്ന് തോന്നുന്ന പലതും നാളെ കാണത്തില്ലെന്ന് വരാൻ അധിക സമയം വേണ്ട. പക്ഷേ നീ കർത്താവിനെ ഒന്ന് നിർബന്ധിച്ചിട്ട് ഇന്ന് രാത്രി ഒന്ന് കരഞ്ഞ ദൈവത്തിന്റെ പൈതലെ, ഒന്ന് കരയാൻ തയ്യാറായാൽ നാളെ നീ കരയേണ്ടി വരത്തില്ല. ദീർഘനാളത്തെ കരച്ചില് മാറാൻ ഇന്ന് രാത്രി ഒന്ന് കരഞ്ഞാൽ മതി. അപ്പാ, നീ ഇല്ലാത്ത ഒരു യാത്ര എനിക്ക് വേണ്ട, നീയും ഒരുമിച്ചുള്ള യാത്ര മതി. ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ എന്നെ നടത്താൻ നീയല്ലാതെ ഏറ്റെടുക്കുന്നവർ രാത്രി മൗനമായിരിക്കുന്നത്. ആരോടൊക്കെയോ ദൈവാത്മാവ് ആഴത്തിൽ തൊട്ടിടപെടുകയാ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ഒന്ന് ആത്മാർത്ഥതയോടെ ദൈവസഭ നീ ഒന്ന് കരയാൻ തയ്യാറായാൽ സ്വർഗം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ പോകുകയാ. സമയം ഓടിപ്പോകുന്നല്ലോ. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്ത് അരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളാണെങ്കിൽ 32 ദിവസമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ 32 ദിവസമായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, കേട്ടുകൊണ്ടിരിക്കുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഹബക്കൂക്ക് അങ്ങനല്ല. 1-ാം അധ്യായത്തിൽ അയ്യം വിളിച്ച് കരഞ്ഞു. 2-ാം അധ്യായത്തിൽ കരഞ്ഞ കാര്യത്തിന് പരാതി പറഞ്ഞ മറുപടി ഉണ്ടോ എന്നറിയാൻ കാത്തിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല? നമ്മൾ ഈ 32 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, കർത്താവ് കേട്ടുകൊണ്ടിരിക്കുക. തിരിച്ചെന്തേലും പറഞ്ഞു എന്ന് കേൾക്കാൻ ഇതുവരെ ഇരുന്നു ആരിലും? അവൻ കൊത്തളത്തിൽ കാവൽ കാത്തിരുന്നു. മോനെ വേണ്ട, എന്നെ വെള്ളം കുടിപ്പിക്കത് വിട്ടാ മതി. ഒരല്ലേ പറഞ്ഞു. ഞാന് ഇത്രയൊക്കെ പ്രായമാണല്ലോ, ഞാൻ ഒരു 4-5 മണിക്കൂർ ദൈവദാസൻ അനുവദിച്ചു തന്നാൽ നിന്ന് പ്രസംഗിക്കും. പക്ഷെ നിങ്ങൾ ഉറങ്ങും. അതുകൊണ്ടാണ് ഞാൻ അത്ര സമയം എടുക്കാത്തത്. ഞാൻ പ്രസംഗിച്ച് നിങ്ങളെ ഉറക്കുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ വീട്ടിൽ പോയി AC ഒക്കെ ഇട്ട് കിടന്ന് ഉറങ്ങുന്നതാണല്ലോ, സമാധാനമായിട്ട്. അതുകൊണ്ട് പക്ഷെ ഞാൻ ഇടയ്ക്ക് വെള്ളമൊന്നും കുടിക്കത്തില്ല. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. 63 വയസ്സായി. അത്രേ ഉള്ളൂന്നല്ലേ? ഒരല്ലേ പറഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ശബ്ദം എടുത്ത് പ്രസംഗിക്കുക. തൊണ്ടയ്ക്കുന്ന ഒരു കുഴപ്പവും കർത്താവ് വരുത്താതിരിക്കുക. വോക്കൽ കോഡൊക്കെ നല്ല ക്ലിയർ ആക്കി വെച്ചേക്കുക. നീ ഇറങ്ങാൻ തയ്യാറാണോ? കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി നിന്റെ സ്വരം വരെ ദൈവം മാറ്റാൻ പോവാം. ഏറ്റെടുത്ത് ആരാധിച്ചോണേ. ചിലരുടെ സ്വരം ഇന്ന് രാത്രി മാറ്റാൻ പോവാ. ദേവദാസനെ, ചിലരുടെ സ്വരം ഇന്ന് രാത്രി മാറ്റാൻ പോവാ. അധികാരമുള്ള സ്വരം കൊടുക്കാൻ പോകുകയാ. ഗർജിക്കുന്ന സിംഹത്തിന്റെ സ്വരം കൊടുക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ഭൂതങ്ങൾ അലറുന്ന, ഭൂതങ്ങൾ അലറിയോടുന്ന, ബന്ധനങ്ങൾ അഴിയുന്ന അധികാരം ദൈവം നിനക്ക് കൈമാറാൻ പോകുകയാ. ഇന്നത്തെ നീ വിശ്വസിച്ച് പ്രാർത്ഥിക്ക്. 32-ാമത്തെ രാത്രിയിൽ വെറും സാധാരണക്കാരനായ നിന്നെ, സാധാരണക്കാരിയായ നിന്നെ അസാധാരണക്കാരനാക്കി മാറ്റാൻ കഴിയുന്ന ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ പകരുകയാ. ഏറ്റെടുക്കുന്നവർ ഇങ്ങനെ ആരാധിച്ചാ പോരാ. ഇന്ന് രാത്രി ആത്മാവിൽ നിറഞ്ഞ് നിന്റെ ശബ്ദത്തെ പോലും ഒരു രാജകീയമാക്കി മാറ്റാൻ പ്രൈസ് ദി ലോർഡ്. നല്ലൊരു അല്ലലിയ പറഞ്ഞു. ഇന്നത്തെ നാവിന്റെ തൊണ്ടയുടെ ഒക്കെ കെട്ടഴിയിട്ടുന്നേ. നല്ലൊരു അല്ലലിയ പറ. പ്രൈസ് ദി ലോർഡ്. ഈ ബെന്തക്കോസുകാരുടെ പണ്ടത്തെ ഏക യോഗ്യത, നമ്മളെ നാട്ടുകാർ കളിയാക്കി വിളിച്ച് അല്ലലിയക്കാര് പോന്നു, സ്വോത്രംകാര് പോന്നൊക്കെയാ പറഞ്ഞു. അങ്ങനല്ലയോ? കൈകൊട്ടികൾ പോന്നു, അങ്ങനൊക്കെയായിരുന്നു. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ റാന്തൽ വിളക്കെന്ന് പറഞ്ഞൊരു വിളക്കുണ്ട്, പിന്നെ കാറ്റടിച്ച് നടക്കുന്ന പെട്രോമാക്സ് എന്നൊരു വിളക്കുണ്ട്,
അത് പലതും ഈ മണ്ണെണ്ണയൊക്കെ ചോരുന്ന തലയിൽ കൂടെ, എന്നാലും കുഴപ്പമില്ല. അത് തലയെ വെച്ച് കത്തിച്ച് ഇടയ്ക്കിടയ്ക്ക് വഴി താത്ത് വെച്ച് കാറ്റടിച്ച് തമ്പൊരെണ്ണം തോറത്തേക്ക് ഇട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇട്ടേക്കുക. അതൊക്കെ കിട്ടിയ യോഗത്തിന് പോകുന്നേ. അധികം പേരൊന്നുമില്ല, 10, 15, 16 പേരൊക്കെ ഉള്ളു. പക്ഷെ ആ വീട്ടിൽ കയറിയിട്ട് ഈ തമ്പേറൊക്കെ അങ്ങോട്ട് അടിച്ച് നല്ല താളത്തിൽ അടിക്കാവുന്ന പിള്ളേരുണ്ട്. അന്ന് ഈ ഓർഗനൊന്നും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അന്ന് പാട്ട് പാടുന്ന എല്ലാവരും കൂടെ. ഇന്ന് നമ്മുടെ പാവപ്പെട്ട ലോഡ്സൺ തന്നെ പാടുക, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. പുള്ളി പാടി പാടി തൊണ്ടയല്ല ഒരു പരുവത്തിലായി. ഞാൻ പ്രസംഗിച്ച് തൊണ്ട വേറൊരു പരുവത്തിലായി. നമ്മളിതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. പണ്ട് അങ്ങനല്ല. പണ്ട് എല്ലാവരും കൂടെ പാടുക, എല്ലാവരും കൂടെ കൈയടിക്കുക. തമ്പേറൊക്കെ അടിക്കുമ്പോഴേ ജനം അങ്ങ് ആത്മാവിലാകുക. ഞാൻ അഭിഷേകം പ്രാപിച്ച വീടിന്റെ ഒരു ഭിത്തി മറിഞ്ഞങ്ങോട്ട് വീണായിരുന്നു. തലമുടി കുഞ്ഞുഞ്ഞു പാർത്ത് ശുശ്രൂഷിക്കുന്ന ഞങ്ങൾ 10-16 സഹോദരന്മാരുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസം ആ വീട്, കൊച്ചൊരു വീടാ. ആ നെടുമ്പിലാക്കൽ ജോർജ് കുട്ടിച്ചാന്റെ വീട് എന്ന് പറയും. പാവപ്പെട്ട മനുഷ്യനാ. അദ്ദേഹത്തിന്റെ വീട് മൺകട്ട കൊണ്ട് കെട്ടിയതാ. 4 മൂലക്കത്തേത് ഇഷ്ടികയ്ക്കുള്ളതാ. ആ ഇഷ്ടിക തൂണത് പിന്നെ മൺകട്ട ഇങ്ങനെ ചരിച്ച് കെട്ടിയേക്കുക. ജനലില്ലാത്തതിന് പകരം ആ മൺകട്ട തന്നെ ജനലൊക്കെ അതിനകത്താ. ഞങ്ങളങ്ങോട്ട് ഇരുന്ന് ആരാധിച്ച് ആത്മാവിലായി. പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചു. അഭിഷേകം പ്രാപിച്ച് രാത്രി ഈ മതിൽ ഞങ്ങൾ നോക്കുമ്പോൾ ഈ ഭിത്തി അങ്ങോട്ടിരിഞ്ഞു വിടും. ഇങ്ങോട്ട് വേണം ഞങ്ങൾ എല്ലാം കൂടെ തീർന്നേനെ. അയ്യോ, ആ പിള്ളേരെല്ലാം അമേരിക്കയിൽ പോയി. പുള്ളി നല്ല വീടൊക്കെ വെച്ച് അന്തസ്സായിട്ട് ജീവിക്കുക. പാവപ്പെട്ടവന്റെ ഭിത്തി പോയാൽ എന്നാ? ഹല്ലേലൂയ. സ്ഥിതി ദൈവം മാറ്റിയില്ലേ? ഇന്ന് രാത്രി ദൈവം നിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാ. ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കട്ടെ. നിന്റെ ഈ പൊത്തുപരുത്തമുള്ള ആരാധനയൊക്കെ മാറ്റിയിട്ട് ഇന്ന് രാത്രി അകത്തെ മനുഷ്യൻ ഒന്ന് നിറഞ്ഞ ആത്മാവിൽ തുള്ളി ആനന്ദിക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് പാസ്റ്റർമാരെന്ന് പറയാൻ ആരുമില്ല കേട്ടോ. അന്നെല്ലാം ഉപദേശിമാരാ. ആശാരി ഉപദേശി എന്നൊക്കെ കേട്ടില്ലേ? അതെ. വാര്യാപുരം ജോനാച്ചൻ ഉപദേശി, ഉള്ളായം ചെറിയാച്ചൻ ഉപദേശി, അമ്പാട്ട് കുട്ടപ്പൻ ഉപദേശി, മൂത്താമ്പലാക്കൽ കൊച്ചുഞ്ഞു ഉപദേശി, എന്തെല്ലാം പറഞ്ഞ് ആരാ ഉള്ളത്? പറഞ്ഞേ. ഉപദേശിമാർ. അവരെ ഓരോ ഒറ്റമുണ്ട് കൊടുത്ത് ഇവിടം വരെ കൈയുള്ള ചട്ട പോലെ 2 ബട്ടൺസ് മാത്രം മേളിലുള്ള ഒരു സൈസ് ട്യൂബായിട്ട് ഒരു 2ആം മുണ്ടും തുറന്നിട്ട് അതൊക്കെ ആകെ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഇപ്പം അലക്കിയിട്ടാലും നാളെ യോഗത്തിന് പാന കുത്തും. കാരണം ഈ ചാണകമൊക്കെ തളിച്ചു മെഴുകി തറയിലായിരിക്കുന്നത്. മുണ്ടെല്ലാം അഴുക്കാവും. സ്തോത്രം. അങ്ങനെയുള്ള ഉപദേശിമാരാ. പക്ഷേ മൂർക്കം പാമ്പ് കടിച്ചുകൊണ്ട് വന്നാലും വിഷകാരിയെ കാണാൻ പോത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഉപദേശം കൊണ്ട് കുത്തിയിരുന്ന് പ്രാർത്ഥന തുടങ്ങും. ഇവന്റെ ദേഹത്ത് കയറി നീലിച്ച ശരീരം, കരിനീലിച്ച ശരീരത്തെ ആ നീലിച്ച വിഷം എല്ലാം കൂടെ ഷർത്തിലായിട്ട് വെളിയിൽ ഇറങ്ങിപ്പോയിട്ട് ഇവൻ എഴുന്നേറ്റ് ആരാധന തുടങ്ങുമ്പോഴേ ഈ യോഗം നിർത്തത്തുള്ളൂ. പിന്നെ അങ്ങനെയായിരുന്നു യോഗം. സ്തോത്രം. അതെല്ലാം മാറി എല്ലാ ഉപദേശിയും പാസ്റ്റേഴ്സായി. പാസ്റ്റേഴ്സ് എല്ലാം കൂടെ റെവറൻഡായി. റെവറൻഡ് എല്ലാം കൂടെ ഡോക്ടറായപ്പോൾ മൊത്തം രോഗിയുമായി. ഒരെണ്ണം പോലും സൗഖ്യമുള്ളതില്ല. വന്നേക്കുന്ന മൊത്തം എണ്ണോ സോക്കേടുള്ളതാ. ഒരു സ്വത്രം പറഞ്ഞേ. ഇന്ന് രാത്രി അത് മാറിട്ട് പഴയ ഉപദേശിയുടെ രീതിയിലേക്ക് വരുന്ന കാര്യം പറഞ്ഞേ. അല്ലെങ്കിൽ ഹബക്കൂക്ക് കയ്യം വിളിച്ച് കരഞ്ഞു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അസാധാരണമായ ചിലത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഈ രാത്രി പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുക. ഏറ്റെടുക്കുന്നവർക്കായി കർത്താവേ, അത് ഞാനാകണമേ, എന്റെ തലമുറയാകണമേ. നീ ബന്ധപ്പെട്ടാണെങ്കിലും ആ ക്രൂശിന്റെ അറ്റത്തൊന്ന് പിടിച്ചോ. ഇന്ന് രാത്രി നിന്റെ തലമുറയെ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കാൻ പോകുകയോ. ഞാൻ കർത്തൃകരങ്ങളിൽ വരും ദിനങ്ങളിൽ ഒരു ശക്തനായ മാനപാത്രമായി ഉപയോഗിക്കപ്പെടും. എന്നെ ദൈവം ആ രീതിയിലാക്കും എന്നൊന്ന് വിശ്വസിക്കുന്നവരുടെ കൈ ഒന്ന് ഉയർത്തിക്കും. ആ 2 കൈ ഒന്ന് ഉയർത്തിക്കും. കർത്താവ് ഇത് കാണുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി തരാൻ പോകുകയാണ്. നീ എന്ന് ഇങ്ങനെ സാധാരണ ഉണക്ക വിശ്വാസിയായിട്ട് വരാതെ നിന്നെ ഇന്നത്തെ പണിയപ്പെടാൻ പോകുകയാ. ഒരു കുശവൻ കയ്യിലെ കളിമണ്ണെടുത്ത് പണിയുന്നത് പോലെ ദൈവ കരങ്ങൾ ഇണങ്ങിയ ഒരു മാനപാത്രമായി അതോറിറ്റിയുള്ള അധികാരം യൂസ് ചെയ്യുന്ന അഭിഷക്തന്മാരായി ദൈവം നിന്നെ പണിയാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവർ ആരാധിച്ചുകൊണ്ടിരിക്കട്ടെ. ആഴമായ ദൈവകൃപ കർത്താവേ, ഇന്ന് രാത്രിയിൽ 32ാമത്തെ രാത്രിയിൽ ആത്മാവിൽ പ്രവചിക്കുന്നവര്, ആത്മാവിൽ ദൂത്
എന്ന് പറയുന്നവര്, ആത്മാവ് ജനത്തെ വിവേചിക്കുന്നവര് ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. വെറും സാധാരണക്കാരായ നിന്റെ ജനത്തെ ഇന്ന് രാത്രി അസാധാരണമായ ദൈവകൃപ നൽകി. കരങ്ങൾ ചേർത്തടിച്ച് നിമിഷങ്ങൾ ഒരുമിച്ച് എല്ലാവരും ആത്മാവിൽ പ്രതികരിക്കട്ടെ. ദൈവത്തിന്റെ ആഴമായ കൃപയുടെ പകർച്ച. ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ആത്മാവിന്റെ തീ ജ്വലിക്കട്ടെ, പ്രാർത്ഥനയുടെ ശക്തി ഉയരട്ടെ. ഹല്ലേലൂയ. ഓ ശൂഡബലബലബലബസ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ അയ്യം വിളിച്ച് കരഞ്ഞവൻ ആനന്ദത്തിൽ അവസാനിപ്പിച്ചു. അതിന് പറ്റിയ ഒരു സംഭവം നമ്മുടെ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഈ രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ വായിക്കണ്ട, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. 6-ാം അധ്യായത്തിൽ ഏലിശ ഒരു പർവ്വതമുകളിൽ മലമുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ ആരാമ്യ സൈന്യം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരിക. അപ്പൊ അവരിന്ന് വരുന്ന ലൈൻ ഏതാണെന്നുള്ളത് പ്രാർത്ഥനാ മുറിയിൽ ഏലിശയ്ക്ക് വെളിപ്പെടും. അപ്പൊ ഏലിശ ഉടനെ ഇസ്രായേൽ രാജാവിനെ വിളിച്ചു പറയും, അതിലൂടെ പോകല്ലേ, അതിലെ അവന്മാർ വരുന്നുണ്ട്, വഴി മാറിപ്പോൻ പറയും. അങ്ങനെ വഴി മാറിപ്പോ. അപ്പൊ അവിടെ അവന്മാർ പരാജയപ്പെടും. അടുത്ത ദിവസം ഇങ്ങനെ 1, 2, 3 പല ദിവസമായി ഇവന്മാർ എതിലേ വന്നാലും ആ കാര്യം ഉടനെ ആരറിയും? ഏലിശ അറിയും. ഏലിശയുടെ പ്രാർത്ഥനാമുറി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഹലോ, നിന്റെ ശത്രു വരുന്ന റൂട്ട് വരെ നിന്റെ മുറിക്കകത്ത് വരച്ച് കാണിക്കും. പിന്നെ നിനക്കെതിരെ ആഭിചാരം ചെയ്യുന്നവര്, നിനക്കെതിരെ കൂടോത്രം ചെയ്യുന്നവര്, നിനക്കെതിരെ യുദ്ധം ചെയ്യുന്നവര് കേറി വരുന്ന വഴി വരെ ദൈവം നിന്റെ പ്രാർത്ഥനാമുറി വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പറ, കർത്താവേ എന്റെ വെളിപ്പാടുകളുടെ ആ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം, എന്റെ കണ്ണൊന്ന് തുറക്കണം. ഈ 32-ാമത്തെ രാത്രിയിൽ ചില വരത്തുപോക്കുകൾ കാണാൻ എന്റെ അകത്തളത്തിലെ കണ്ണുകൾ ഒന്ന് തുറക്കണമേ എന്ന് നീ ആത്മാവിൽ പ്രാർത്ഥിച്ചോ. സ്വർഗം അത് തുറക്കാൻ പോകുകയാ. അവരെ ഈ ആരാമ്യ രാജാവിന് വലിയ പ്രശ്നമായി. ആരാമ്യ രാജാവ് പട്ടാളത്തെല്ലാം വിളിച്ചു, നമ്മൾ എന്തോ ആലോചിച്ചാൽ ആ കാര്യം അന്നേരം തന്നെ ഇസ്രായേലി പാളയത്തിൽ അറിയുന്നു. അവന്മാർ അതുകൊണ്ട് നേരെ റൂട്ട് മാറ്റി. നമ്മുടെ ആരോ ചാരന്മാരുണ്ട്, അവന്മാരാരാന്ന് കണ്ടെത്തി 5 മിനിറ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവരണം. ഉടനെ അവർ പറഞ്ഞു, നമ്മളുടെ ചാരന്മാരൊന്നും ഇല്ല, അവരുടെ പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞില്ല, ചാരന്മാരാരുമില്ല, അവരുടെ ആരുണ്ട്? പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ട്. ഇന്ന് രാത്രി നമ്മെക്കുറിച്ച് പറയാൻ കഴിയുമോ? പ്രാർത്ഥിക്കുന്ന ഒരുത്തനുണ്ട്. അവൻ നമ്മളെ എതിരെ പാനൊരുങ്ങിയാലും പ്രാർത്ഥനാ മുറി കാര്യം വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ രാത്രി അവനെ പിടിക്കാൻ പറഞ്ഞു. ഹലോ, പ്രാർത്ഥിക്കുന്നവനെ പിടിക്കാൻ ഒരു ആരാമ്യ ശക്തി. പ്രൈസ് ദി ലോർഡ്. പട്ടാളക്കാരെ വിട്ടേക്ക. പട്ടാളം എല്ലാം കൂടെ വന്നിട്ട് പ്രാർത്ഥിക്കുന്നവന്റെ മല അങ്ങ് വളഞ്ഞു. ഈ ഗേഹസി ഇത് കണ്ടു, കൈക്ക് വെള്ളം ഒഴിക്കുന്നു. അവൻ ഓടി പറഞ്ഞു, ദേവദാസനെ പ്രാർത്ഥന നിർത്തിക്കേ, പട്ടാളം നമ്മളെ വളഞ്ഞേക്കുവാണ്. സ്തോത്രം. നമ്മളറിഞ്ഞ ഇന്നലെ പറയും, കഥയെല്ലാം അടച്ചേര്, ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞേനെ. ഹലോ, ഏലിശ പറഞ്ഞു, കർത്താവേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണേ. ഇന്ന് രാത്രി എന്റെയും പ്രാർത്ഥന 32-ാമത്തെ രാത്രി, കർത്താവേ ഈ ജനത്തിന്റെ കണ്ണൊന്ന് തുറക്കണേ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത് കാണാൻ. ഹല്ലേലൂയ. നിന്റെ ദൈവം ആരാന്നറിയാൻ ഈ ജനത്തിന്റെ മുമ്പിൽ കണ്ണും തുറക്കണമേ. ഏലിശ പ്രാർത്ഥിച്ച ക്ഷണത്തിൽ ദാസന്റെ കണ്ണു തുറന്നു. അവൻ നോക്കിയപ്പോൾ അഗ്നിമയ രഥങ്ങളും അഗ്നി അശ്വങ്ങളും ഊരിപ്പിടിച്ച വാളുമായി ഏലിശയുടെ പട്ടണത്തെ ഇങ്ങനെ വളഞ്ഞേക്കുന്നു. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അല്പനിമിഷം മുമ്പേ കണ്ട ശത്രുവിന്റെ പട്ടാളത്തെയ ഇപ്പൊ കാണുന്ന സ്വർഗീയ പട്ടാളത്തെയ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? 32-ാമത്തെ രാത്രിയിൽ നീ കേൾക്കേണ്ടത് ശത്രുവിന്റെ ആരവുമല്ല, എന്നോട് കൂടെ ഉള്ളവൻ അവനോട് കൂടെ ഉള്ളവനേക്കാൾ വലിയവനാണെന്നുള്ള ഒരു വെളിപ്പാട് നിന്റെ അകത്തുണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് കഴിഞ്ഞപ്പോ ഏലിശ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ വന്നവന്മാരുടെ കണ്ണെല്ലാം അടയ്ക്കണം, എന്റെ കൂടെ നിൽക്കുന്നവന്റെ കണ്ണ് തുറക്കണം, വന്നവന്റെ എല്ലാം കണ്ണ് അടയ്ക്കണം. എല്ലാവരും കണ്ണുപൊട്ടനായി, മൊത്തം പട്ടാളക്കാരും കണ്ണുപൊട്ടന്മാരായി. എല്ലാവരും ഇവിടെ ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന്റെ ശക്തി മനസ്സിലായോ?
നീ പറഞ്ഞ ചതിലൊക്കെ കണ്ണാടേ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ നിന്റെ വണ്ടി നോക്കി, നിന്റെ വീട് നോക്കി, നിന്റെ പിള്ളേരെ നോക്കി, നിന്റെ കൊച്ചു പേർഷ്യയിൽ നിന്ന് വരുന്നതും അമേരിക്കയിൽ നിന്ന് വരുന്നതും ന്യൂസിലാൻഡിൽ നിന്ന് വരുന്നതും സ്വിറ്റ്സർലൻഡിൽ നിന്ന് വരുന്നതും അയർലൻഡിൽ നിന്ന് വരുന്നതും കാണുകയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുന്ന കുറെ പുള്ളിയുണ്ട്. നീ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ ദുഷ്ടദൃഷ്ടി കൊണ്ട് നോക്കുന്ന കണ്ണൊക്കെ അടയണം. നിന്റെ നന്മയ്ക്കെതിരെ നോക്കുന്ന ചില കണ്ണുകൾ കർത്താവേ അവന്റെ കണ്ണടയണം. അവൻ പ്രാർത്ഥിച്ച നിമിഷത്തിൽ ഇന്ന് രാത്രി വിശ്വസിച്ചോ, ചില തുറിച്ചു നോട്ടങ്ങൾ, നിന്റെ ഉയർച്ചയ്ക്കെതിരെ, നിന്റെ ശുശ്രൂഷയുടെ വ്യാപ്തിക്കെതിരെ ചില തുറിച്ചു നോട്ടങ്ങൾ ഈ രാത്രി ദൈവം നിരോധിക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. കണ്ണടഞ്ഞു. എന്നിട്ട് പ്രാർത്ഥനക്കാരൻ കമാൻഡറായി. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഏലിശ മിന്നൽ, പട്ടാളക്കാര് പുറകെ, കണ്ണുപൊട്ടന്മാരായ ഒരു കൂട്ടം പട്ടാളക്കാര് പ്രാർത്ഥനക്കാരന്റെ പുറകെ നടക്കുക. മനസ്സിലാകുന്നുണ്ടോ? വീട്ടിൽ പോയി വായിക്കണേ, 6-ാം അധ്യായം 2 രാജാക്കൻ. ഇവരെ കൊണ്ടുപോയി നേരെ ഇസ്രായേൽ രാജാവ് ഇരിക്കുന്ന പട്ടണത്തിൽ നടുക്കൊണ്ട് നിർത്തി. സ്വതന്ത്രം നിർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ ഇവന്മാരുടെ കണ്ണ് തുറക്കണം. എല്ലാവരും കണ്ണ് തുറന്നപ്പോൾ അവന്മാർ അന്തം വിട്ടു. ചെന്നത് ഏലിശയായിരിക്കുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് നിൽക്കുന്ന ഇപ്പൊ ഇസ്രായേലിന്റെ നടുക്ക്. രാജാവ് ചോദിച്ചു, പിതാവേ ഇവന്മാരെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. ഈ പിതാവേ വിളിയൊക്കെ ചുമ്മാ സോപ്പിടുന്നതാണ്. നമ്മളതിനകത്ത് വീഡിയോ ഒന്നും ചെയ്യല്ലേ. ദിവസനെ പ്രാർത്ഥിക്കുന്നവനെ കയറി രാജാവ് ഇപ്പൊ എന്തോ വിളിച്ചേ? പിതാവേ. അത് ചുമ്മാ സോപ്പിടാൻ വിളിച്ച. നമ്മളതിനകത്തൊന്നും വീഴല്ലേ. ഇന്നലെ വരെ ബ്രദറെ എന്ന് വിളിച്ച പുള്ളി ഇപ്പൊ വിളിക്കുന്ന പിതാവേ എന്നാ. ഹലോ, സോപ്പാ. ഏലിശാരൊന്നും വീഴത്തില്ല. നമ്മളെ ചിലർ ചെല്ലുമ്പോ ആവശ്യമില്ലാതെ പൊക്കുന്ന കേട്ടില്ലേ? ഈ കർത്താവിന്റെ ദാസൻ ലോകത്തിന് വെളിയിൽ പോയി പ്രസംഗിച്ചാളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവൻ അറിയാതെ പറയുന്ന ആവേശം കൊണ്ട് ഇവൻ ലോകത്തിന് വെളിയിലും പോയി പ്രസംഗിച്ചാളാന്നൊക്കെ പറയും. ഉടനെ നമ്മളങ്ങ് കടരല്ലേ, ചുമ്മാ സോപ്പിടുന്ന, സുഖിപ്പിക്കാൻ പറയുന്ന. ദൈവമക്കളുടെ സുഖിപ്പീരിനകത്തൊന്നും വീഴല്ല. ഞാൻ തിരിച്ചു വരാം. സ്തോത്രം. ഇപ്പൊ എലിശയോട് പറഞ്ഞു, പിതാവേ ഇവനെ വെട്ടിക്കളയട്ടെ. എലിശ പറഞ്ഞു, നീ യുദ്ധം ചെയ്ത് പിടിക്കുന്നവനൊക്കെ വെട്ടിയാൽ ഇത് ഞാൻ പ്രാർത്ഥിച്ച് പിടിച്ചോമാരാ. ഹലോ, നീ യുദ്ധം ചെയ്ത് പിടിച്ചോനാണ് വെട്ടിക്കോണം. ഇവന്മാരെ ഞാൻ എങ്ങനെ പിടിച്ചതാ? പ്രാർത്ഥിച്ച് പിടിച്ചോന്റെ അനർത്ഥം വരാൻ നീ സമ്മതിക്കല്ലേ. പ്രൈസ് ദി ലോർഡ്. അവൻ ദോഷം ചെയ്തവനാ, നിന്നെ പിടിക്കാൻ വന്നവനാ, പക്ഷെ പ്രാർത്ഥിച്ച് പിടിച്ചവനാ. അവനെ കൊല്ലാൻ അനുവദിച്ചു. അവൻ പറഞ്ഞു, കൊല്ലരുത്, ഇവർക്ക് നല്ല ചോറ് കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. സൂപ്പർ ആഹാരം കൊടുത്തു. കൊല്ലാൻ വന്നവനെ ഫെലോഷിപ്പ് നടത്തി വിടുക. എന്തൊരു ഭയങ്കര പരിപാടിയാ. ഇന്ന് രാത്രി ഇത് ഊതല്ല നിങ്ങൾ ഏറ്റെടുക്കണം. വഴിയെ പോയവനെ നിർബന്ധിച്ച് വീട്ടിൽ കയറി ആതിഥേയനായി. യുദ്ധത്തിന് വന്നവൻ ആരായി മാറി? ഫെലോഷിപ്പ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് പോയി. നിന്നെ കൊല്ലാൻ വന്നവനാ. രാജാവ് വിട്ടേക്കുന്ന ഏലിശ എന്ന് പറയുന്ന ഒറ്റുകാരനെ പിടിച്ച് എന്റെ ഇടയിൽ കൊണ്ട് അവനെ കൊല്ലാൻ പറഞ്ഞേക്കുക. കൊല്ലാൻ വന്നവർക്ക് നല്ല സൂപ്പർ ആഹാരം കൊടുത്ത് വണ്ടിക്കൂലിക്ക് പൈസയും കൊടുത്തു വിടുക. സ്തോത്രം പറഞ്ഞേ. ഇത് പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവന്റെ ക്വാളിറ്റി എന്നാ നീ അറിയണം. അല്ല, ഇവിടെ ഹബക്കുക്ക് എന്ന് പറഞ്ഞ പ്രവാചകൻ അയ്യം വിളിച്ച് കരയുക. കരഞ്ഞിട്ട് അടുത്ത ദിവസം അവൻ പോയി കാത്തിരിക്കുക. ഇതിനെ കാത്തിരിക്കുന്നത് എന്റെ പരാതി സംബന്ധിച്ച്, എന്റെ ആവലാതി സംബന്ധിച്ച്, എന്റെ ദൈവത്തിന് എന്തെങ്കിലും ഒരു മറുപടി എന്നോട് പറയാനുണ്ടോ എന്നറിയുവാൻ അവൻ കൊത്തളത്തിൽ കയറി കാവൽ കാത്തിരിക്കുകയാ. 32ാമത്തെ രാത്രി വീട്ടിൽ പോയിട്ട് നീ ഉറങ്ങരുത് കേട്ടോ. ഇന്ന് രാത്രി നീ മുഴങ്കാലിൽ കാവൽ കാത്തിരിക്കണം. അപ്പാ, കഴിഞ്ഞ 32 ദിവസങ്ങളായി നിന്റെ മുമ്പാകെ വെച്ച് ആവലാതി പറയുന്ന കരയുന്ന ചില വിഷയങ്ങൾക്ക് ഇന്ന് രാത്രി നിനക്ക് മറുപടി ഉണ്ടോ എന്നറിയാൻ നീ ഈ രാത്രി കൊത്തളത്തിൽ കാവൽ കാക്കണം. Praise the Lord.
പ്രൈസ് ദി ലോർഡ്. എത്ര പേര് തയ്യാറുണ്ട് ഒരു മറുപടിക്കായി കാത്തിരിക്കാൻ? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാത്തിരുന്നു. സമയം ഓടി പോകുന്നത് കൊണ്ട് നമുക്ക് ആ 3-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ച്. ഞാൻ കേട്ട് എന്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്ക ഹേതുവായി എന്റെ ആദരം വിറച്ചു. അവൻ ജനത്തെ ആക്രമിക്കുവാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടത് കൊണ്ട് എന്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. നോക്കിയേ, ഈ ഇവിടെ ശ്രദ്ധിച്ചേ, നമ്മൾ വായിച്ചോണ്ടിരിക്കരുത്, ഇതെല്ലാം വായിക്കണം വീട്ടിൽ പോട്ടെ. ഈ അയ്യം വിളിച്ചു തുടങ്ങി, മറുപടിക്കായി കാത്തിരുന്നു. മറുപടി കിട്ടിയപ്പോൾ വിറച്ചുപോയി. ഹലോ, തമ്പുരാൻ കൊടുക്കുന്ന മറുപടി കേട്ടപ്പോ തന്നെ ഉദരം വിറച്ചു. നിങ്ങളെ വാക്യം ഒന്ന് വായിച്ചൊന്ന്, ബാക്കി ചിലപ്പോൾ വായിച്ച 16-ാമത്തെ വാക്യം. എന്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി, എന്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. അത്തിവൃക്ഷം തളിർക്ക് ഞാൻ കേട്ട് എന്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എന്റെ ആദരം വിറച്ചു. ഇന്ന് രാത്രി നീ വിശ്വസിക്കുന്നുണ്ടോ ഒരു മുഴക്കം നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുമെന്ന്? ശത്രുവിന്റെ ഉള്ളിൽ ഭീതി പരത്തുന്ന ഒരു മുഴക്കം, ചണ്ടയുള്ള ദേശത്ത്, അനീതിയുള്ള ദേശത്ത്, ന്യായപ്രമാണത്തിന്റെ വില കുറഞ്ഞ ദേശത്ത് ഇന്ന് രാത്രി സ്വർഗം ചില മുഴക്കങ്ങളെ, അല്ലെ കാദേശ് മരുവിനെ നടുക്കിയ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുഴക്കം, പെരുവെള്ളത്തിന്മേൽ മുഴങ്ങിയ ദൈവത്തിന്റെ മുഴക്കം ഇന്ന് രാത്രി നിന്റെ പ്രാർത്ഥന കൂടാരത്തിൽ വെളിപ്പെടുമെന്ന് അന്തരാത്മാവിൽ വിശ്വസിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ പൈതലേ, നീ അത് വിശ്വസിക്കണം. ഇന്ന് രാത്രി ഒരു മുഴക്കം സ്വർഗം നിന്നെ കേൾപ്പിക്കും. ശ്രദ്ധിച്ച അടുത്ത വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഈ പോസിറ്റീവായിട്ട് ഈ പറഞ്ഞത് എന്തേലും ഉണ്ടോ? ഇത്ര നേരം പറഞ്ഞതിനകത്ത് ഒരു പ്രതീക്ഷയ്ക്ക് പകവല്ലോ ഉണ്ടോ? ഒന്നുകൂടെ വായിച്ചേ. അത്തിവൃക്ഷം തളിർക്കുകയില്ല, 1. മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, 2. ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, 3. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, 4. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, 5. ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. 6. നോക്കിയേ, അയ്യം വിളിച്ച് കരഞ്ഞവന്റെ മുമ്പിൽ മുഴക്കത്തോടെ വെളിപ്പെട്ട ദൈവത്തിന്റെ സന്നിധിയിൽ ചുറ്റും നോക്കിയാൽ, സാഹചര്യം നോക്കിയാൽ സാധ്യതയൊന്നുമില്ല. പക്ഷെ പ്രാർത്ഥിച്ചവൻ അത് കണ്ടുകൊണ്ട് താടിക്ക് കയ്യും കൊടുത്തിരിക്കുമെന്നല്ല. എങ്കിലും ഞാൻ എല്ലാരും പറയണം, എങ്കിലും ചുറ്റുപാടും പ്രതീക്ഷയ്ക്ക് വകയൊന്നുമില്ല എങ്കിലും, ചിന്തിച്ചാൽ സാധ്യതയൊന്നുമില്ല എങ്കിലും, എന്റെ ബുദ്ധിക്ക് ഒരു നിലയിലും പരിഗണിക്കാൻ കഴിയാത്തതെങ്കിലും, ഇന്ന് രാത്രി അയ്യം വിളിച്ച് കരഞ്ഞ ഭക്തന്റെ തീരുമാനം, ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. വിശ്വസിച്ചേറ്റെടുക്കുന്നവർ ആത്മാർത്ഥതയോടെ ഇന്ന് രാത്രി പറ, എങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു പ്രതീക്ഷയ്ക്കുള്ള എന്തെങ്കിലും ഇതിനകത്തുണ്ടോ? മുന്തിരി കായ്ക്കണ്ട, അത്തിയുണ്ടോ? അത്തിയും വേണ്ട, ഗോശാലി താല് കന്നാരി ഉണ്ടോ? അതും വേണ്ട, തൊഴുത്തുന്നാണ് ആടുണ്ടോ? ഹലോ, അതില്ലെങ്കിൽ ഇതുണ്ടെന്ന് പറയാൻ വല്ലതും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. പക്ഷേ പ്രാർത്ഥിച്ച് മറുപടി കിട്ടിയ ഭക്തൻ പറയാണ്, അതൊന്നും എനിക്ക് വിഷയമല്ല, ഞാൻ സാഹചര്യങ്ങൾ ഇനി നോക്കത്തില്ല. ഓ ഹല്ലേലൂയ. എനിക്ക് സാഹചര്യം ഇനി ഒരു വിഷയമല്ല. ഇന്ന് രാത്രി എത്ര പേര് പറയാൻ തയ്യാറുണ്ട്, എനിക്ക് സാഹചര്യം ഇനി ഒരു വിഷയമല്ല, അതെങ്ങനെയും ആയിക്കൊള്ളട്ടെ, പക്ഷെ അതിന്റെ നടുവിൽ ഞാൻ ആനന്ദിക്കും, ഞാൻ ആനന്ദിക്കും. ദൈവ പൈതലെ, നിനക്കൊന്ന് ഉറപ്പായി പറയാൻ കഴിയുമോ? അതിന്റെ നടുവിൽ ഞാൻ ആനന്ദിക്കും. ഹല്ലേലൂയ.
ഓ ദൈവത്തിന് സ്തോത്രം. കരയാൻ നീ തയ്യാറാണോ? ആശീർവാദം പറയും മുമ്പേ ഒരാനന്ദിക്കുന്ന മറുപടി. പ്രൈസ് ദി ലോർഡ്. കുടുംബത്തിൽ ആനന്ദമുണ്ടോ? ദൈവകൃപയെ വന്നിട്ട് കുടുംബത്തിൽ സന്തോഷമുണ്ടോ? അതോ ശണ്ടയാണോ? കലഹമാണോ? പ്രൈസ് ദി ലോർഡ്. ശൂന്യതകളാണോ? കലപറയ്ക്കാതിരുന്നത് കെന്റിപ്പോയോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതുവരെ എവിടായിരുന്നു? ചോദിച്ചില്ലേ? വീഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇതുവരെ? മറുപടി പറ. കിണറ്റിലായിരുന്നു. ഹലോ, എവിടായിരുന്നു? കലവറയിരുന്നല്ലേ? കലവറയിരുന്നല്ലേ? ഇതെങ്ങനെ കിണറ്റിൽ പോയെ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എവിടെയോ ചെറിയ അപാകത പറ്റിയില്ലേ? ഒരശ്രദ്ധ എവിടെ ഉണ്ടായില്ലേ? പ്രൈസ് ദി ലോർഡ്. എടാ, കൽപ്പിച്ചു തന്ന അനുഗ്രഹം നീ അറിയാതെ നിന്റെ കൂടാരത്തിൽ നിന്ന് വഴുതി നിന്റെ കിണറിന്റെ അടി വരെ പോയെങ്കിൽ എത്ര അടി താഴ്ച എനിക്കറിയത്തില്ല. ഇനി അത് പൊക്കാൻ ഉപദേശി വന്നാലൊക്കത്തില്ല. യേശു വരണം. യേശു പറഞ്ഞ നീ അയ്യം വിളിച്ച് നിലവിളിക്കണം. നിന്റെ കൈ തന്ന ഒന്ന് നിന്റെ കയ്യിൽ നിന്ന് വഴുതി അങ്ങ് ആഴത്തിലോട്ട് പോയെങ്കിൽ ഉയർത്തിത്തരാൻ കഴിവുള്ള ഒരുത്തൻ ഈ രാത്രി വീട്ടിൽ വരണമെങ്കിൽ നീ ചുമ്മാ സാധാരണ പ്രാർത്ഥന പോരാ, ഒന്ന് അയ്യം വിളിച്ച് നിലവിളിക്കാൻ തയ്യാറായാൽ ആരും മൗനമായിരിക്കരുത്. എവിടെയൊക്കെയോ ചില ശൂന്യതകൾ, എവിടെയൊക്കെയോ ചില പരാജയങ്ങൾ, വഴുതിപ്പോയ ചില അനുഗ്രഹങ്ങൾ, തെന്നിമാറിയ ചില വാഗ്ദത്തങ്ങൾ ഇന്ന് രാത്രി മടക്കി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നാളുകളായി നീ അറിയാതെ, നിന്റെ വിരുന്ന് വഴി അറിയാതെ കലവറയ്ക്കകത്ത് നിന്ന് അന്യപ്പെട്ടു പോയ ചില നന്മകളെ നിന്റെ കൂടാരത്തിനകത്തേക്ക് മടക്കി വരുത്താൻ ദൈവദാസനെ ചിലതൊക്കെ മടങ്ങി വരുമെന്ന് ദൈവം പറയും. പ്രൈസ് ദി ലോർഡ്. എത്ര ആഴത്തിൽ പോയതാണെങ്കിലും, അത് 100 അടി താഴ്ചയുള്ള കിണറ്റിൽ പോയതാണെങ്കിലും ചിലതൊക്കെ മടങ്ങി വരുമെന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കലും സാധ്യതയില്ല, ഒരിക്കലും സാധ്യതയില്ല. അത്തി തളിർക്കുന്നില്ല, മുന്തിരി ഫലം തരുന്നില്ല. പക്ഷെ സ്വർഗം പറയുന്നു, ആഴത്തിൽ ആണ്ടുപോയതിനെ തമ്പുരാൻ ഉയർത്തിയെടുക്കാൻ പോകുക, ഉയർത്തിയെടുക്കാൻ പോകുക. വിശ്വസിച്ചു. ആരാധന പുനഃസ്ഥാപിക്കപ്പെടുന്നത് പോലെ, ആത്മാക്കൾ മടങ്ങി വരുന്നത് പോലെ, ഓ ആലയത്തിനകത്തെ ചില ശൂന്യതകളെ ഇന്ന് രാത്രി ദൈവം തമ്പുരാൻ ശാസിക്കുന്ന രാത്രിയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചു. 32ാമത്തെ രാത്രിയിൽ നീ മടങ്ങി ഭവനത്തിൽ ചെല്ലും മുമ്പേ നഷ്ടപ്പെട്ട ചിലത് നിന്റെ കൂടാരത്തിൽ നിൽക്കുന്ന കാഴ്ച നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്ക നിലകളിൽ അഭിഷേകമുള്ള ദൈവമക്കൾ അന്യഭാഷയിൽ അല്പനിമിഷങ്ങൾ ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഇരുട്ടിന്റെ സകല മണ്ഡലങ്ങളെ ശാസിച്ചുകൊണ്ട് ഇന്ന് രാത്രി ആത്മാവിന്റെ പുതുക്കത്തിൽ ആഴമേറിയ വെളിപ്പാടുകളോടെ ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തലമുറയ്ക്ക് കൈമാറാൻ ചില സാക്ഷ്യങ്ങൾ നിനക്ക് വീട്ടിൽ വെളിപ്പെടാൻ പോകുക. അങ്ങനെ പറയാൻ ദൈവം എന്നോട് പറയുന്നു. തലമുറയ്ക്ക് കൈമാറാൻ എന്ന് പറഞ്ഞാലേ എളുപ്പം മനസ്സിലാകാൻ ഞാൻ പറയാം. ഈ യോർദാൻ വെട്ടിമുറിച്ച് അക്കരയ്ക്ക് കയറുമ്പോൾ തമ്പുരാൻ പറഞ്ഞു, യോശുവേ ഈ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നടത്തുമെന്ന് 12 കല്ലെടുക്കണം. എന്നിട്ട് ആ 12 കല്ല് അവിടെ തന്നെ നാട്ടണം. പിന്നൊരു 12 കല്ലെടുക്കണം. അത് കരയ്ക്ക് കൊണ്ടുപോയി ഗിൽഗാലി കൊണ്ട് നാട്ടണം. സ്തോത്രം. ഈ യോർദാന് നിനക്ക് 12 നാട്ടണം, ഗിൽഗാലി കൊണ്ട് 12 നാട്ടണം. അപ്പൊ യോശുവ ചോദിച്ചു, അതെന്തിനാ? ഉടനെ പറഞ്ഞു, ഈ യോർദാൻ കടക്കുമ്പോൾ വയറ്റിൽ കിടക്കുന്ന പിള്ളേരുണ്ടല്ലോ, ഒക്കത്ത് കിടക്കുന്ന പിള്ളേരുണ്ടല്ലോ, കയ്യെ കിടിച്ചോണ്ട് പോയ പിള്ളേരുണ്ടല്ലോ. സ്തോത്രം. ഹലോ, ആ പിള്ളേരൊന്നും ഇത് മനസ്സിലാകത്തില്ല. അവന്മാർ നാളെ വളരും. വളരുമ്പോ ചോദിക്കും, അപ്പച്ച ഈ കുത്തൊഴുക്കിന്റെ ഇടക്ക് 12 കല്ലിങ്ങനെ താഴാതെ നിൽക്കുന്നു, അതെന്നെ കാര്യം? ഗിൽഗാൽ ഒരു 12 നിൽക്കുന്നു, രണ്ടും കണ്ട കല്ലൊരു പോലെ നിൽക്കുന്നു, ഇത് എവിടുന്ന് കിട്ടിയതാ, എന്തോ സംഭവം എന്ന് പിള്ളേർ ചോദിച്ചാൽ പിള്ളേരോട് പറഞ്ഞ, മോനെ വള്ളമില്ലാത്തൊരു കാലം,
ബോട്ടില്ലാത്തൊരു കാലം, പാലമില്ലാത്തൊരു കാലം, ഞങ്ങളുടെ വാക്തത്വത്തിനെതിരെ ഒരു യോർദാൻ കരകവിഞ്ഞൊഴുകിയടാ. അക്കരെ കടക്കാൻ ഒരു സാധ്യതയുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സാധ്യതയില്ലാത്തിടത്ത് ഞങ്ങൾക്ക് വേണ്ടി ചില പുരോഹിതന്മാർ തങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് പെട്ടകം ചുമന്നതിന് നടുവിൽ നിന്നടാ. ഒരിക്കലും ആർക്കും കരകയറാൻ കഴിയാത്ത ആഴത്തിൽ ചെറിയ പെട്ടകത്തെ ചുമന്നുകൊണ്ട് നിന്നു. അവർ ചുമന്നുകൊണ്ട് നിന്നതിന്റെ അടയാളമായത് നാളെ നിന്റെ തലമുറയ്ക്ക് കൈമാറാൻ ഒരു സാക്ഷ്യം വരത്തക്ക നിലകളിൽ 32ാമത്തെ രാത്രിയിൽ ചിലതൊക്കെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാ. ഏറ്റെടുക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. ആഴത്തിൽ കിടന്ന കല്ലുകളെ നാട്ടി നിർത്തിയതുപോലെ ചില വിടുതലുകൾ നിന്റെ കൂടാരത്തിൽ കുത്തൊഴുക്കിന്റെ അടിത്തട്ടിൽ കിടന്നിട്ട് ആർക്കും കരകയറ്റാൻ കഴിയാത്ത ചിലതിനെയൊക്കെ തമ്പുരാൻ ഉയർത്തി നാട്ടുമെന്ന് ഇന്ന് രാത്രി ആത്മാവ് പ്രവചിച്ചു പറയുക. നീ അയ്യം വിളിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ തയ്യാറാ. ദൈവത്തിന് സ്തോത്രം. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ട്? കുത്തൊഴുക്കിൽ ആഴത്തിൽ ആണ്ടുപോയ ചിലതിനെ ഈ 32ാമത്തെ രാത്രിയിൽ വരും തലമുറയ്ക്ക് സാക്ഷ്യമായി ശേഷിപ്പിക്കാൻ ദൈവം ഉയർത്തിയെടുക്കുമെന്ന് ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ മാത്രം ആരാധിച്ചാൽ മതി. ഹല്ലേലൂയ. ഒരിക്കലും ഉയർന്നു വരാൻ സാധ്യതയില്ലാത്തതിനെ, ഒരിക്കലും നാട്ടി നിർത്തത്തില്ലെന്ന് ശത്രു വാദിച്ചതിനെ, മീതെ കുത്തൊഴുക്കായി ഒഴുകിയതിനെ ഈ രാത്രി പൊക്കി എടുത്ത് നാട്ടി നിർത്തി വെറും തലമുറയ്ക്ക് ഒരു സാക്ഷ്യമായി നിർത്താൻ പോകുകയാണ്. പകരം നീ കരയാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ഭക്തന്റെ കണ്ണുനീരുണ്ട് കേട്ടോ. നാട്ടി നിർത്തുമ്പോഴും തലമുറയോട് സാക്ഷ്യം പറയുകയൊക്കെ ഈ പെട്ടകം ചുമന്നവനെ നീ ഓർത്തോണേ. പെട്ടകത്തിന്റെ വെയിറ്റ് അറിയാമോ? സ്തോത്രം. 2.5 മുഴം നീളം, 2.5 മുഴം വീതി, 2.5 മുഴം ഉയരം, മൊത്തം കതിരമരം, പുറത്ത് പൊന്നു പൊതിഞ്ഞേക്കുക, മണ്ടയ്ക്ക് അടിപ്പുപണിയായി പണിത പൊന്നുകൊണ്ടുള്ള സ്തോത്രം ഒരു താമ്രപീഠം, അതിന്റെ മണ്ടയ്ക്ക് 2 കെരൂബുകൾ ചിറക് പിരിച്ചു നിൽക്കുന്നു. മുഴുവൻ പൊന്നുകൊണ്ട് അടിപ്പുപണിയായി പണിതത്. 2 തണ്ട് ചെലുത്തിയേക്കുന്നു. അകത്ത് ഭയങ്കര 2 കൽപ്പലക, 10 പ്രമാണം എഴുതിയത്, അഗരോന്റെ തളർത്ത് പൂത്ത് കായ്ച്ച ബദാംബലമുണ്ടായ വടി, മന്നയിട്ട് വെച്ച പൊൻപാത്രം, എല്ലാം കൂടെ ഭയങ്കര വെയിറ്റാ. ഈ കയറിപ്പോന്നമാർ കപ്പലണ്ടി മേടിച്ച് വഴിയിൽ നിന്ന് തട്ടത് കടയിൽ നിന്ന് മേടിച്ച് കപ്പലണ്ടിയൊക്കെ മേടിച്ച് കുറിച്ചുകൊണ്ട് ഒരു കൈ പെപ്സിയും പിടിച്ച് പിള്ളേരുടെ കയ്യിൽ ഓരോ KFCയും കൊടുത്ത് ഈ ചുമക്കുന്നവനെ കുറ്റം പറഞ്ഞൊക്കെ പോകാം. പക്ഷെ ഇവൻ അനങ്ങാനൊക്കത്തില്ല. കാരണം തോളത്ത് തിരിക്കുകയല്ലേ. കയറിപ്പോന്നവന് കപ്പലണ്ടി കുറിച്ചുകൊണ്ട് പോകാം, വർത്താനം പറഞ്ഞുകൊണ്ട് പോകാം, അതിനിടയ്ക്ക് ഇതിനകത്ത് വരച്ച് വാട്സപ്പ് കാണാം, മറുപടി അയക്കാം, കമന്റ് ഇടാം. പക്ഷെ ഇവൻ അനങ്ങാനൊക്കത്തില്ല. ഇവന് തോളത്ത് തിരിക്കുകയല്ലേ. ഹലോ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? ഈ അവസാനത്തെ പുള്ളി അക്കരെ കയറിയിട്ട് ഇവൻ അനങ്ങാനൊക്കത്തുള്ളൂ. നോക്കി അവന്റെ ബെത്തപ്പാട് അവസാനത്തെ പുള്ളി എന്ന് പറഞ്ഞാൽ നടക്കാനൊക്കെ ഇതിന്റെ പ്രയാസമുള്ള. നമ്മൾ ഈ ഹോളിൽ കൊണ്ടുപോയി ഞങ്ങളുടെ റാമ്പുണ്ടല്ലോ, റാമ്പ്, അതേ കൂടെ വീൽ ചെയറിൽ അച്ഛന്മാരെ കയറ്റുന്നുണ്ട്. അങ്ങനെയുള്ള പുള്ളിയും കൂടെ അക്കരെ പോകുന്ന വരെ ഈ തോളത്ത് വെച്ചോണ്ട് നിൽക്കുക. അപ്പൊ നീ പിള്ളേട് കൊണ്ട് അവനെ കല്ല് ചുമ്മാ നാട്ടിയൊന്നും അല്ലടാ. ഇതിന്റെ പുറകിൽ ശുദ്ധീകരിച്ച ഒരു പുരോഹിതന്മാർ. ഞങ്ങളെല്ലാം രക്ഷപ്പെടുന്നത് വരെ ഞങ്ങളൊക്കെ വൈകിട്ട് പോയി ഡീസന്റ് ആയിട്ട് പകർത്തെ കൂടെ കേട് തീർത്ത് ആഹാരം കഴിച്ചപ്പോഴും ആഹാരം കഴിക്കാതെ 32 ദിവസമായി കുടല് പിരിഞ്ഞിരിക്കുന്ന ചില പുരോഹിതന്മാരുടെ തോളത്ത് പെട്ടകമിരുന്നുകൊണ്ടാ ഈ കല്ലുകൾ നാട്ടി നിൽക്കുന്നത്. നീ മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഇന്ന് രാത്രി ആത്മാവ് തൂത് കൈമാറുകയാ. ഹല്ലേലൂയ. കമന്റ് പറയാൻ എളുപ്പമാ കുഞ്ഞേ, പരിഹസിക്കാൻ എളുപ്പമാ കുഞ്ഞേ, ചാറ്റ് ചെയ്യാൻ എളുപ്പമാ കുഞ്ഞേ. പക്ഷെ പെട്ടകം ചുമക്കാൻ അല്പം പാടാകട്ടോ. കുത്തൊഴുക്കുള്ള ദേശത്ത് ഈ ജനം മുഴുവൻ അക്കരെ കിടക്കുവോളം ഇവൻ പെട്ടകം ചുമന്നെങ്കിൽ വരും തലമുറയ്ക്ക് നീ പറഞ്ഞു കൊടുക്കണം. ഓ ജീസസ്. മനസ്സിലാകുന്നുണ്ടോ? ഒണ്ടേ ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ അലറി സമയം കളയവല്ല കേട്ടോ. മുഴുവൻ ദൂതാ പറയുന്നത്. എനിക്കിതൊക്കെ നിങ്ങളുടെ തലയെ കൈവച്ച് ഓരോരുത്തരോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും
ഇതെല്ലാവർക്കും വേണ്ടി ഉള്ളതായതുകൊണ്ട്, കേട്ടോണ്ടിരിക്കുന്നവർക്ക് വേണ്ടി കൂടെ ഉള്ളതായതുകൊണ്ടും ഇങ്ങനെ പറഞ്ഞു വിടുക. ഇന്ന് രാത്രി മുഴുവൻ പ്രവചനമാകട്ടോ. തുടങ്ങിയപ്പം മുതൽ പ്രവചനം പറയുകയാ. അയ്യം വിളിച്ച് കരയാൻ നീ തയ്യാറാണെങ്കിൽ കരഞ്ഞു തുടങ്ങിക്കോ. അധ്യായം അവസാനിക്കും മുമ്പേ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്ന, ഓ ഹല്ലേലൂയ, ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്റെ വിലാപത്തെ നൃത്തമാക്കുന്ന, നിന്റെ രട്ടടിച്ച് സന്തോഷമുടിപ്പിക്കുന്ന, ആനന്ദം പകരുന്ന ഒരു സ്വർഗം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. Praise the Lord. Praise the Lord. ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വന്ന ഒരു ഭക്തനായ മനുഷ്യൻ എൻ്റെ അടുത്തുണ്ട്. അദ്ദേഹം വളരെ അത്യാവശ്യമുള്ളപ്പോൾ മാത്രം എൻ്റെ അടുക്ക് വരും. എന്നെക്കാൾ ഒത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. പക്ഷെ എന്നെ അദ്ദേഹം ബഹുമാനം കൊണ്ട് അച്ചായ എന്നാണ് വിളിക്കുന്നത്. വളരെ അത്യാവശ്യമുള്ളപ്പോഴേ എൻ്റെ അടുക്ക് വരത്തുള്ളൂ. വരുന്നത് ഒരു ചെറിയ സഹായത്തിന് വേണ്ടി വരുന്നതാണ്. അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നേ. ഈ വണ്ടിയുടെ ഒക്കെ ഇഞ്ചിൻ പണി ചെയ്യാൻ അറിയാവുന്ന അക്കാലത്തെ ചുരുക്കം ആളുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ദൂരെ നിന്നൊക്കെ കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നൊക്കെ ആളുകൾ വന്ന് ഇത് പണിയിപ്പിക്കുമായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഈ പണിയെല്ലാം നിർത്തിയിട്ട് ആരോ കൊടുത്തൊരു ഹാൻഡ് മൈക്കും തോളത്തിട്ടുകൊണ്ട് ഓരോ കവലയ്ക്കും പ്രസംഗമാണ്. പിന്നിച്ച് നടക്കാമെന്നും വയ്യ, ക്ഷീണിതനാ. വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി ആഹാരം കഴിക്കാൻ കിട്ടത്തുള്ളൂ, അതേ കഴിക്കത്തുള്ളൂ. വളരെ ലളിതമായി ജീവിക്കുന്നത്. ഒരൊറ്റ മുണ്ട് കൊടുത്ത്, ഒരു വെള്ളച്ചട്ട് വിട്ട്, ഒരു തോർത്ത് വിട്ട്, ഈ തോളത്തൂടി ഈ എടുക്കാൻ വയ്യാത്ത ബാറ്ററിയും ചുമന്ന്, ഈ മൈക്കും ചുമന്ന് യേശു തന്നെ കർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നത്. നല്ല പണി അറിയാവുന്ന ആളാ. വീട്ടിൽ ഇരുന്നാൽ വീട്ടിൽ കാശ് കിട്ടും. അത്രയും പണി അറിയാവുന്ന മനുഷ്യനാ. അവർക്ക് ആരുടെയും പിന്നെ പോയി കൈ നട്ടിട്ട് കാര്യമില്ല. പൊട്ടും വയ്യ, വളരെ ക്ഷീണം. കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഇനിയും കുറച്ച് റെസ്റ്റ് എടുക്കത്തില്ലേ? ഉടനെ അദ്ദേഹം പറഞ്ഞു, റെസ്റ്റ് എടുക്കാറായി പാസ്റ്റേ, അത് കഴിഞ്ഞ് കംപ്ലീറ്റ് റെസ്റ്റ് അല്ലേ? ആ വല്യപ്പനോട് പറഞ്ഞ റെസ്റ്റ് എടുക്കാറായി, പിന്നെ മൊത്തം റെസ്റ്റ് അല്ലേ, അതുവരെ ഓടാം. ഞാൻ പറഞ്ഞു, ഓടാൻ കാലിന് ബലം, പിന്നെ മാൻപേടക്കാലിന് എണ്ണിച്ചിരിക്കാൻ വയ്യ, പിന്നെ മാൻപേടക്കാലിന് തുല്യമായ ബലമല്ലേ കർത്താവ് തന്നേക്കുന്നത്. ഓ, എനിക്ക് കെട്ടിപ്പിടിച്ച ആ മനുഷ്യനെ ചുംബിക്കാൻ തോന്നിപ്പോയി. ഹല്ലേലൂയ. അദ്ദേഹം ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷെ താൻ കണ്ടെത്തി യേശുവിനെ വല്ല വിധേനയും ഒരാളിലേക്കൊന്ന് പകർന്നു കൊടുക്കാൻ, ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവാകുന്നത് വരെ ആ ബന്ധപ്പാട് സഹിച്ചെടുക്കാൻ വയ്യാത്ത ബാറ്ററി, ആ ഹാൻമൈക്കും എല്ലാം ചുമന്ന മനുഷ്യൻ ഓരോ കവലയ്ക്ക് നിന്ന് ആള് കേട്ടാലും കേട്ടില്ലേലും യേശുവിനെ പ്രസംഗിക്കുകയാ. ഇന്ന് രാത്രി അല്പം ബന്ധപ്പാട് കഴിച്ചാണെങ്കിലും നീ ഒന്ന് അയ്യം വിളിച്ച് നിലവിളിക്കാൻ തയ്യാറായാൽ, നീ പ്രാർത്ഥന അവസാനിക്കും മുമ്പേ ആനന്ദത്തിന്റെ മറുപടി തരുവാൻ സാധ്യതകളൊന്നുമില്ലെങ്കിലും അസാധ്യതകളുടെ നടുവിൽ നിന്നെ മാനിച്ചുയർത്താൻ കഴിവുള്ള ഒരു സ്വർഗം ഈ രാത്രി ഉണ്ട്. ഏറ്റെടുക്കുന്നവർ ശക്തിയോടെ അല്പനിമിഷങ്ങൾ പരമാർത്ഥതയോടെ ഈ ദൈവത്തെ ഒന്ന് ആരാധിച്ചപ്പോ, ഇന്ന് രാത്രിയിൽ എന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവ കൃപ ഒന്ന് ജ്വലിപ്പിക്കേണ്ടതിന് ഓ രക്തത്താലേ ജയം, രക്തത്താലേ ജയം, വചനത്താലേ ജയം. Praise the Lord. Praise the Lord. തലമുറയോട് പറയണേ, തലമുറയോട് പറയണേ, മോനെ കല്ല് നേരെ നിൽക്കുന്നതിന്റെ പുറകിൽ പെട്ടക ചുമന്ന ചിലരുണ്ട് മോനെ. ത്യാഗം സഹിച്ച് ഉപവസിച്ച കുറച്ചു പേരുണ്ട് മോനെ. കരഞ്ഞ് പ്രാർത്ഥിച്ച കുറച്ചു പേരുണ്ട് മോനെ. എന്റെ കുഞ്ഞെ ഇന്ന് അനുഭവിക്കുന്ന ഒന്നിനും നമ്മൾ അർഹരല്ലടാ. എല്ലാം തമ്പുരാൻ തന്നതാണ്. ഹല്ലേലൂയ. കണ്ണുനീര് കാണാൻ ആരുമില്ലായിരുന്നടാ. എല്ലാ സ്വർഗം തന്നാണ്. തലമുറയോട് പറയാൻ മറക്കരുത്. ഇതിനകത്ത് ഏറ്റെടുക്കുന്നവർ ഇങ്ങനൊന്നും ആരാധിച്ചാ പോലെ കേട്ടോ. ആരുടെയൊക്കെയോ ശക്തമായി സ്വർഗം ഇടപെടുകയാ. അസാധാരണമായൊരു ദൈവകൃപ ഇന്ന് രാത്രി നിന്റെ ജനത്തിന്റെ മേൽ ദൈവം പകർന്നുകൊണ്ടിരിക്കുകയാ. നിങ്ങൾ വന്നതുപോലെ അല്ല, തിരിച്ചിറങ്ങുമ്പോൾ തികച്ചും ഒരു ആത്മീയനായി മടങ്ങുവാൻ, ഒരു അഭിഷക്തനായി മടങ്ങുവാൻ, ഒരു ദൂതുവാഹിയായി മടങ്ങുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുകയാ. നീ ഒന്ന് പറഞ്ഞ ഇന്ന് രാത്രി, എല്ലാരും പറഞ്ഞേ ആ വാക്യം ഒന്ന് വായിച്ചേ സഹോദരി. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എല്ലാരും പറഞ്ഞേ, സാഹചര്യം ഒന്നും എനിക്ക് അനുകൂലമല്ല,
എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. സകലവും എനിക്ക് പ്രതികൂലമാ, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. എന്റെ തലയെ ദുഃഖത്തോടെ പാതാളത്തിൽ വിടേണ്ടി വന്നാലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. ഇതിനകത്ത് എത്ര പേർക്ക് തയ്യാറുണ്ട് പറയാൻ? ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, എങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, എങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും, എങ്കിലും ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. നിന്റെ ആനന്ദത്തിന്റെ രഹസ്യം പിശാചിനറിയണ്ടേ? പ്രൈസ് ദി ലോർഡ്. സമയമില്ല, ഞാൻ നിർത്തുവാണേ. എൻ്റെ അമ്മ ദേഹമാസകലം മുറിവായിട്ട് ഞാനിങ്ങനെ തലയൊക്കെ പൊട്ടി ദേഹമെല്ലാം മുറിവായി, ഒത്തിരി മുറിവെല്ലാം ആയി ഞാനിങ്ങനെ വഴി കിടക്കുക. എൻ്റെ അമ്മ 7 മക്കളെ നൊന്ത് പ്രസവിച്ച എൻ്റെ അമ്മ 7ാമത്തെ മകനായ എൻ്റെ തലയെടുത്ത് മടി വെച്ചിട്ട് നടുറൂട്ടി വെച്ച് നെഞ്ചത്തൊരടി, ഒരലർച്ച. എൻ്റെ മകനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവമില്ലേ? ബെച്ചൂച്ചറ മുഴുവൻ ഞെട്ടിപ്പോയി കേട്ടോ. ആ ഒറ്റ കരച്ചിലേ കരയേണ്ടി വന്നുള്ളൂ. പിന്നെ എൻ്റെ അമ്മ കരയേണ്ടി വന്നില്ല. ഒറ്റ കരച്ചിൽ ഞാൻ വിടുവിക്കപ്പെട്ടു. ഈ രാത്രിയിൽ ഒന്നയ്യം വിളിക്കാൻ തയ്യാറായാൽ, ഓ ഹല്ലേലൂയ, ഒന്നയ്യം വിളിക്കാൻ തയ്യാറായാൽ, ഒരു സാധ്യതയുമില്ലാത്തതിനെ ഇന്ന് രാത്രി നിന്നെ ആനന്ദിപ്പിക്കത്തക്ക നിലകളിൽ വിടുവിച്ചെടുക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ആത്മാവാരമായ ദൂത് പറയുകയാ. നിങ്ങൾ പുറമേ കാണുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ച് നല്ല വെള്ളയൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നു, കണ്ട ഒരു കുഴപ്പമില്ല, പുള്ളിക്ക് തന്നെ ഇന്നോവായ വരുന്നു പോകുന്നു, വെള്ളയും വെള്ളം ഇട്ടേക്കുന്നു എന്നൊക്കെ നിങ്ങൾ ധരിക്കാനും നിങ്ങൾക്കൊന്നും അറിയാൻ വയ്യാത്ത ഒത്തിരി വേദനകൾ ഞങ്ങൾക്കെല്ലാം ഉണ്ട് കേട്ടോ. രാത്രി നമ്മുടെ ഇരുന്ന് കാര്യമല്ല, അത് ഇവർ കാണുന്നില്ലല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്. രാത്രിയുടെ യാമത്തെ കണ്ണീരുകൊണ്ട് നനച്ച് നീ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒത്തിരി നാൾ കരയേണ്ടി വരത്തില്ല. നിന്റെ കണ്ണുനീര് തുരുത്തിയിലെടുത്ത് വെച്ചിട്ട് അളന്ന് മറുപടി തരുന്ന ഒരു ദൈവം ഈ രാത്രിയുണ്ട്. എത്ര പേർ തയ്യാറുണ്ട്? ഹല്ലേലൂയ. ഹബക്കൂക്കിനെ പോലെ ഒന്ന് അയ്യം വിളിച്ച് കരയാൻ തയ്യാറുള്ളവർ ആ കരവൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് എഴുന്നേറ്റേ. പ്രൈസ് ദി ലോർഡ്. 10 മണി വരെ പ്രസംഗിക്കാൻ കർത്താവിന്റെ ദാസൻ സമയം തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ബെച്ചുചിറയിൽ റാന്നി ചെല്ലണിട്ട് നാളെ രാവിലെ 7 മണി തൊട്ട് പ്രോഗ്രാം ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ക്ഷമാപണത്തോടെ ഞാൻ പോവുകയാണെങ്കിലും പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് രാത്രി എന്നോടാണ് ദൈവം ഇടപെട്ടത്, ഇന്ന് പകലും എന്നോടാണ് ദൈവം ഇടപെട്ടത്. ഞാൻ ആ വചനത്തിന് മുമ്പിൽ എന്നെ അങ്ങ് സമർപ്പിക്കുക എന്ന് ഉറച്ച തീരുമാനം മാത്രം ആ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. പ്രൈസ് ദി ലോർഡ്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്നും ആരും കൈപൊക്കല്ലേ. ദൈവം നിന്റെ ഹൃദയത്തെ അറിയുക, നിന്റെ തീരുമാനത്തെ അറിയുക. നമ്മളിനി പാടി ആരാധിക്കാൻ പോകുക. എന്നോട് പറഞ്ഞത് വെച്ചാൽ ഞാൻ ഇപ്പം പോകുമെന്ന പോകരുതെന്ന് എനിക്ക് മനസ്സിലായി. തൊട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഹലോ, പോകത്തില്ല. നമ്മൾ പാടി ആരാധിക്കണം. ഇന്ന് രാത്രി മടങ്ങി ചെല്ലുമ്പോൾ അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ കണ്ണുകൊണ്ട് ഞാൻ ആ വിടുതൽ കാണും എന്നുള്ളവർ ശരിക്കൊന്ന് ആരാധിച്ച്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങളെയൊക്കെ മുന്നോട്ട് വിളിച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു ദൂതൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഇന്ന് രാത്രിത്തെ സമയം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ പോകുകയാണ്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളെ ഈ നരച്ച തല ഓർക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ അമേരിക്കയിൽ ചെന്നിട്ട് എന്ത് ദേവദാസൻ, ഞാൻ അമേരിക്കയിൽ ചെന്നിട്ട് ഈ അറ്റ്ലാന്റ ഇറങ്ങിയിട്ട് അടുത്ത എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി അടിയിൽ കൂടെ ചെന്ന് ട്രെയിനിൽ കയറി പോകണമല്ലോ. എനിക്കത് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ദേവദാസൻ ഈ പെട്ടി മരിച്ചു നടക്കുക. ആദ്യമായിട്ട് പോകുമ്പോഴാണ് 2006 സംഭവം. അപ്പം ഞാൻ ഈ പെട്ടി മരിച്ചിട്ട് കുറച്ച് ദൂരം നടന്ന് ഞാനങ്ങ് മടുത്തു. അപ്പോൾ എല്ലാവരും താഴോട്ടിറങ്ങുന്ന മേളോട്ട് കയറുന്നു. അപ്പം ഞാനും പോയി താഴോട്ടിറങ്ങി. ഇതൊന്നും ആരോടും പറയല്ലേ. അപ്പൊ ഞാൻ താഴോട്ടിറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്നു, ട്രെയിൻ അങ്ങോട്ട് പോകുന്നു. നമുക്കൊരു പിടിയും കഴിയും. എയർപോർട്ടാണ്, അത് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അപ്പോൾ ഞാനൊരു കറമ്പനായ സഹോദരനെ വന്നു. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എനിക്ക് ഇന്നടത്ത് പോകാനാണ്. അവൻ ഈ അപ്പോൾ എൻ്റെ സമയം പോയിക്കൊണ്ടിരിക്കും. എനിക്ക് എയർപോർട്ടിൽ അടുത്ത് ചെന്ന്
ഫ്ലൈറ്റ് കയറി പോകേണ്ട സമയമാവുക, എനിക്ക് രാത്രി കൺവെൻഷൻ പോയി പ്രസംഗിക്കേണ്ടതാ. അപ്പോൾ അവൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് യുവർ ഹെയർ വെരി നൈസ് വെരി നൈസ് എന്ന് തലയെ കൂടെ കൈ ഓടിച്ചോണ്ടിരിക്കുക. എന്റെ തലമുടിക്കകത്ത് തുടങ്ങി മനുഷ്യൻ കൈ ഓടിച്ചോണ്ട് എന്റെ മുടി നല്ലതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ട്രെയിൻ പോകുന്നതിന്റെ വെള്ളത്തിരിക്കുക പ്ലേനെ. അപ്പൊ ഇത് ഓർത്ത് ഹലോ പ്രാർത്ഥിക്കണേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വതം എനിക്ക് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളൊരു വയസ്സനാണ്. അപ്പൊ നിങ്ങളോടല്ലേ എനിക്കൊരു അപ്പന്റെ സ്നേഹമുണ്ട്. പ്ലെയിൻ കിട്ടി. ഈ അവിടെയൊക്കെ ദൈവം ഇറങ്ങി ഒന്ന് പ്രവർത്തിച്ച പ്ലെയിൻ കിട്ടി. അപ്പൊ ഞാൻ ഈ മുടിയുടെ കാര്യം വരുന്ന ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞതാ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഇപ്പൊ പ്രാർത്ഥിക്കാം. രോഗി ഇപ്പൊ സൗഖ്യമാവും. ഞങ്ങളുടെ സഭയിൽ വന്നേക്കുന്നതെല്ലാം ക്യാൻസർ, ട്യൂമർ, ലുക്കേമിയ, വൈറൽ ഫീവർ ഒക്കെ വന്നിട്ട് കൈവിട്ട കേസുകളാ. എല്ലാം വന്ന് സൗഖ്യമായി. ഒരു യൂട്രസിനകത്ത് ഒരിടത്തൊരു തേങ്ങയുടെ വലിപ്പമുള്ള മുഴ, ഇപ്പുറത്തൊരു കൊച്ച്, രണ്ടും കിടക്കുക. ഡോക്ടർ കാരിത്താസിലെ ഡോക്ടർ പറഞ്ഞു യൂട്രസും കളയണം, മുഴയും കളയണം, കൊച്ചിനെയും കളയണം, അല്ലെ അമ്മ പോകുമെന്ന് പറഞ്ഞു. അമ്മയുണ്ട്, കൊച്ചുമുണ്ട്. ആ യൂട്രസ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ അതെല്ലാം അവിടെ ഇരിപ്പുണ്ട്, ഒന്നും പോയിട്ടില്ല. ഒരല്ലേ പറഞ്ഞേ, ഈ രാത്രി യേശു നിന്നെ വിടുവിക്കുന്ന രാത്രിയാ. രോഗത്തിന്റെ ബന്ധനങ്ങൾ അടിക്കാൻ പോകുകയാ. ചില ശാപത്തിന്റെ കെട്ടടിക്കാൻ പോകുകയാ. ചില പുരാതന ശൂന്യതകളെ മാറ്റാൻ പോകുകയാ. ഇന്നലെ ചില എരിഹോമിന്റെ കോട്ട ഇടിക്കുന്ന രാത്രിയാ. വലിയ വിടുതൽ ആത്മാവി കണ്ടുകൊണ്ട് ഒരു നിമിഷം എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആഴമായ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി നിന്റെ കൂടാരത്തിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തുകയാ.